അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാഭാരത ഒരു പഠന പ്രക്രിയയുടെ ഭാഗമായ ഭാരതചന്ദ്രിക ഓൺലൈൻ കോഴ്സിന്റെ 4-ാം അധ്യായമാണ്. അതിന്റെ 2-ാം ഭാഗം കശാപ്പുകാരന്റെ അതിന്റെ ഒരു ധർമ്മോപദേശം, ആ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അധ്യായത്തിന്റെ 2-ാം ഭാഗമാണ് ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ സ്വധർമാചരണത്തിലൂടെ വന്നു ചേരുന്ന ഏതൊരു വ്യക്തിക്കും സ്വധർമാചരണത്തിലൂടെ വന്നു ചേരുന്ന ശ്രേഷ്ഠത, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കേൾക്കാം. സാറിനെ ക്ഷണിക്കും. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശ്രീ നരനാരായണ മഹർഷയേ നമഃ. ശ്രീ വേദവ്യാസായ നമഃ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. മഹാഭാരതത്തിന്റെ വനപർവത്തില് 206 തൊട്ട് 215 വരെയുള്ള 10 അധ്യായങ്ങളിലായിട്ട് പറയപ്പെട്ടിട്ടുള്ള ഒരു ഉപാഖ്യാനമാണ് വ്യാധഗീത. മഹാഭാരതത്തില് ഇത്തരം ഗീതകൾ അല്ലെങ്കിൽ ഗീതങ്ങൾ അനവധിയുണ്ട്. ഭഗവത്ഗീത വളരെ പ്രസിദ്ധമാണ്. ഇതിന് പുറമെ അനുഗീത, വ്യാധഗീത, മംഗ്യഗീത, പരാശരഗീത, ഇങ്ങനെ ഒട്ടനവധി ഗീതങ്ങൾ എല്ലാം തന്നെ ഉപദേശാത്മകങ്ങളുമാണ്. അതില് ഈ ഒന്ന് പ്രധാനപ്പെട്ട് പറയപ്പെട്ടിരിക്കുന്നത് വ്യാധനിൽ പറയപ്പെട്ടത് കൊണ്ടാണ്. വ്യാധൻ വാസ്തവത്തില് വേട്ടയാടിയും അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്ന് ഹിംസാത്മകമായ കർമ്മങ്ങൾ ചെയ്ത് ഉപജീവനം ചെയ്യുന്ന ആളാണ് വ്യാധൻ. ആ വ്യാധൻ ധർമ്മോപദേശം ചെയ്യുക എന്ന് പറയുന്നത് അപൂർവമായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മഹാഭാരതം വിഭാവനം ചെയ്യുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ ജ്ഞാനം എന്ന് പറയുന്നതിന് ഒരു അധികാരി ഭേദം വാസ്തവത്തിലില്ല. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഇതിന് അതുപോലെ ഈ ചാതുർവർണ്ണത്തിന് പുറത്തുള്ള ചണ്ടാളാദികൾക്കും ജ്ഞാനത്തെ പ്രാപിക്കാം. ശങ്കരാചാര്യ സ്വാമികള് മനീഷാ പഞ്ചകത്തിൽ പറഞ്ഞല്ലോ, ചണ്ടാളസ്തു അത് ദ്വിജോസ്തു, ദ്വിജനാകട്ടെ ചണ്ടാളനാകട്ടെ അറിവുള്ളവനാണ് എൻ്റെ ഗുരു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആർക്കും ആ ഗുരുസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. അത് ഭക്തിയോഗം കൊണ്ടാകാമെന്ന് ഭാഗവതം പറയുന്നു. തേവസ്തപസ്തേ ജുഹുസ്വസ്നുരാര്യാഹ നാമാനൂജ്. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ നിരന്തരം ചെയ്യുന്ന ഒരു ചണ്ടാളൻ യാഗം ചെയ്യാൻ യോഗ്യനായി തീരും. തപസ് ചെയ്യാനുള്ള യോഗ്യത അവന് കൈവരും, അല്ലെങ്കിൽ തപസ് അവൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്നു. മഹാഭാരതം ഭക്തിയിലൂടെയും അതുപോലെ സൽക്കർമ്മങ്ങളിലൂടെയും ശ്രേഷ്ഠമായ ഒരു തപപ്രഭാവം കൈവരിക്കാം എന്ന് പറയുന്നു. അതാണ് ഇവിടെ ഒരു പതിവതയായ സ്ത്രീ, ഗൃഹസ്ഥയായിട്ടുള്ള സ്ത്രീയുടെ അതീന്ദ്രിയമായ ജ്ഞാനത്തെക്കുറിച്ചും പിന്നീട് ഈ ധർമ്മവ്യാധന്റെ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചും പറയാൻ കാരണം, അതീന്ദ്രിയ ജ്ഞാനം മാത്രമല്ല അവിടെ പറയുന്നത്, അദ്ദേഹം ആർജിച്ച സ്വാനുഭവത്തിലൂടെ അദ്ദേഹം ആർജിച്ചതായ ജ്ഞാനം അത് ഒരു ബ്രാഹ്മണന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട്, അത് വേദവ്യാസന് വളരെ കൃത്യമായ ഒരു ഉദ്ദേശ്യത്തോടു കൂടി തന്നെ ആവണം ഈ വ്യാധൻ ബ്രാഹ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു രംഗം, ഒരു സാധാരണ രീതിയിൽ അത് വൈരുദ്ധ്യമായിട്ട് തോന്നുന്ന രീതിയിൽ അങ്ങനെ അതിനെ ഘടിപ്പിച്ചത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പൊ ഇന്നലെ പറഞ്ഞ കഥകൾ ഞാൻ ആവർത്തിക്കുന്നില്ല. പതിവ്രതയായ ഒരു സ്ത്രീയുടെ അടുത്ത് ഭിക്ഷാന്തേഹിയായിട്ട് ചെന്ന ബ്രാഹ്മണൻ, കൗശികൻ എന്ന ബ്രാഹ്മണൻ, അവര് ഭർത്തൃ ശുശ്രൂഷ ചെയ്യുന്നതിനിടയിൽ ഈ ഭിക്ഷുവിനെ അവഗണിച്ചതിൽ രോഷം പൂണ്ട് സംസാരിച്ച സമയത്ത് ആ സ്ത്രീ അദ്ദേഹത്തോട് ധർമ്മം കൃത്യമായിട്ട് പഠിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ധർമ്മം പഠിപ്പിക്കാൻ സാധിക്കുന്ന മിഥിലാപുരിയിലുള്ള ധർമ്മവ്യാധനെ കാണാൻ വേണ്ടിയിട്ട് അവരെ ഉപദേശിച്ചു. അങ്ങനെ കൗശിക ബ്രാഹ്മണൻ മിഥിലാപുരിയിൽ ചെന്ന് ധർമ്മവ്യാധനെ കാണുന്നു. അദ്ദേഹം തന്റെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് ഇദ്ദേഹം ഈ ഗൃഹസ്ഥയായ സ്ത്രീയെ പറഞ്ഞേച്ചിട്ട് വരുന്നതാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് രണ്ടാമതും ആശ്ചര്യമുണ്ടാകുന്നു. അവർ തമ്മിൽ ധർമ്മത്തെക്കുറിച്ചുള്ള സംവാദം ഉണ്ടാകുന്നു. നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ധർമാനുഷ്ഠാനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു. 1-2 അധ്യായങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഉപദേശം നമ്മൾ ചുരുക്കി ഇന്നലെ അനുസ്മരിച്ചു. അദ്ദേഹം പറഞ്ഞു വന്നത് ശിഷ്ടാചാരത്തെക്കുറിച്ച് പറഞ്ഞു. സജ്ജനങ്ങൾ ഏത് രീതിയിലാണ് ആചരണം ചെയ്യേണ്ടത് എന്ന കാര്യം പറഞ്ഞു. ആ ശിഷ്ടാചാരം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണ് എന്നും ആ ധർമ്മം നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആവശ്യമാണ്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോട് കൂടിയിട്ട് ജനിക്കുന്ന ആളുകൾക്ക് ഉത്കൃഷ്ടമായ ജന്മങ്ങൾ ഉണ്ടാകും. അല്ലാത്തവർക്ക് നികൃഷ്ട ജന്മങ്ങൾ പിറക്കേണ്ടി വരുമെന്നുമുള്ള കാര്യം കൂടി ഇനി അദ്ദേഹം പറയുന്നുണ്ട്. താൻ ചെയ്യുന്ന കർമ്മം നികൃഷ്ട കർമ്മമായിട്ട് തോന്നുമെങ്കിലും തൻ്റെ മനസ്സ് എത്രമാത്രം ശുദ്ധമാണ്, ശുദ്ധമായ മനസ്സോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് ആ കർമ്മം. കാരണം പിതൃപിതാമഹമായിട്ട് കിട്ടിയ കർമ്മത്തെ താൻ ചെയ്യുന്നു. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി നത്യജേൽ എന്നുള്ള ഗീതാവാക്യത്തെയാണ് ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ടത്. സഹജം കർമ്മ, ജന്മനാ കിട്ടിയതും പരമ്പരയായിട്ട് കിട്ടിയതും വാസനാബലം കൊണ്ട് നമ്മുടേതെന്ന് നമുക്ക് ബോധ്യമുള്ളതുമായ കർമ്മങ്ങളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് സദോഷമപി, അതിൽ ദോഷമുണ്ടായിരിക്കാം, അതിൽ ഹിംസാവൃത്തി ഉണ്ടായിരിക്കാം, അതിൽ നൈകൃഷ്ട്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് സമൂഹം വെറുക്കുന്ന ജോലിയായിരിക്കാം. അങ്ങനെയൊക്കെ വന്നാലും അതിനെ നമ്മൾ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാതെ ആ സ്വധർമ്മത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് ശ്രേയസ് ഉണ്ടാവുക എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. സ്വധർമ്മ ഇതി കൃത്വാതു ന ത്യജാമി ദ്വിജോത്തമാം പുരാകൃതമിതി ജ്ഞാത്വാ ജീവാം മേതേന കർമ്മണ. ഞാൻ ഈ കർമ്മം കൊണ്ട് ജീവിക്കുന്നു, വേദനം ചെയ്തു വന്നിരുന്ന കാര്യമാണ്, സ്വധർമ്മമാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിനെ ഉപേക്ഷിക്കാതിരിക്കുന്നത്. സ്വകർമ്മം ഉപേക്ഷിക്കുന്നവർക്ക് എന്താണ് ഗതി? സ്വകർമ്മ ത്യജതോ ബ്രഹ്മൻ അധർമ്മ ഇഹ ദൃശ്യതേ സ്വകർമ്മ നിരതോ യസ്തു ധർമ്മ സൈതി നിശ്ചയം. സ്വകർമ്മം ചെയ്യുക എന്നതിൽ തന്നെയാണ് നമ്മളുടെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം. അത് ചെയ്തില്ലെങ്കിൽ നമ്മളെ പാപം പിടികൂടും. അതുപോലെ വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും പാപകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും കൃത്യമായിട്ട് അതിന്റെ ഫലം ഇഹലോകത്തിലോ പരലോകത്തിലോ ആയിട്ട് അനുഭവിക്കേണ്ടി വരും. കർമ്മങ്ങൾക്കുള്ള ഫലം എന്ന് പറയുന്നത് നിശ്ചിതമാണ്. ഇതിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പൂർവം ഹി വിഹിതം കർമ്മ ദേഹിനം വിമുഞ്ചതി. മുമ്പേ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ല. ധാത്രാവിധിരയം ദൃഷ്ടോ ബഹുധാ കർമ്മ നിർണയേ. അത് ഈശ്വരൻ എവിടെയെങ്കിലും അത് കുറിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതനുസരിച്ചിട്ടുള്ള ഫലഭോഗം നമുക്കുണ്ടാകുന്നു. രക്ഷപ്പെടാൻ സാധ്യമല്ല. മഹാഭാരതത്തില് ശാന്തിപർവത്തില് പറയുന്നത്, മറ്റ് പലയിടങ്ങളിലും മറ്റ് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. കർമ്മഫലത്തെ കുറിച്ചാണ് ആ ശ്ലോകം. യഥാ ധേനു സഹസ്രേഷു തത്സോ വിന്ദതി മാതരം തഥാ പൂർവതരം കർമ്മ കർത്താരം അനുഗച്ഛതി. മനോഹരമായ ഒരു ദൃഷ്ടാന്തത്തെ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. എങ്ങനെയാണോ 1000 പശുക്കള് ഒരേ സ്ഥലത്ത് നിൽക്കുന്നു, ഒരേ സ്ഥലത്ത് വരിയായിട്ട് നിൽക്കുകയാണെന്ന് കരുതുക. ആ പശുക്കളുടെ നീണ്ട നിരയിൽ നിന്നും ഒരു പശുക്കുട്ടി തൻ്റെ അമ്മയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ അകിട്ടിൽ മുട്ടി പാല് കുടിക്കുന്നു. ആ വത്സന് ആ പശുക്കുട്ടിക്ക് ആയിരക്കണക്കിന് പശുക്കളിൽ സഹസ്രേഷു എന്ന് പറയുന്നത് ബഹുവചനമാണ്. ആയിരക്കണക്കിന് പശുക്കളിൽ നിന്ന് തൻ്റെ അമ്മയെ, തൻ്റെ തള്ളപ്പശുവിനെ കണ്ടെത്താൻ യാതൊരു പ്രയാസവും ഇല്ലാത്തതുപോലെ പണ്ടേ തന്നെ നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങൾ
കർത്താവായ നമ്മളെ അന്വേഷിച്ചു വരുന്നു. നമ്മൾ എവിടെ വിളിച്ചിരുന്നാലും ആ കർമ്മഫലം നമ്മളെ പിടികൂടും, നമ്മുടെ അടുത്തേക്ക് വരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് തന്നെയാണ് മറ്റൊരു വാക്കില് നമ്മുടെ ധർമ്മവ്യാധൻ ബ്രാഹ്മണന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും നമ്മൾ ദുഷ്കർമ്മങ്ങൾ സംഭവിച്ചു പോകാതെ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് നമുക്ക് ഹിംസ ചെയ്യാതിരിക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിംസ ചെയ്യാതിരിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. ഹിംസയിൽ നിന്നും നമുക്ക് വിനിവർത്തിക്കാൻ വളരെ പ്രയാസമാണ് എന്ന് പറയുന്നു. നമ്മൾ ഹിംസ ചെയ്യാതിരിക്കണം, ഹിംസ പരമോധർമ്മ എന്നുള്ള ആ വാക്യത്തെ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിയും കൊല്ലാതിരുന്നത് കൊണ്ട് മാത്രം അത് അഹിംസയാവുകയില്ല എന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഹിംസയിൽ നിന്നും ആർക്കും പൂർണ്ണമായിട്ട് രക്ഷ നേടാൻ സാധിക്കുകയില്ല. അപ്പൊ മനസ്സിനെ ശുദ്ധമാക്കി വെക്കുകയാണ് അതിനുള്ള പ്രതിവിധി എന്നാണ് ഇതിനർത്ഥം. അതേപോലെ പറയുന്നു, കൃഷിയും സാധ്യത മന്യന്തേ തത്ര ഹിംസ പരാസ്മൃത കർഷന്തോ ലാംഗലേഹി പുംസോ ഘന്തി ഭൂമിശയാൻ ബഹൂൻ. ചില ആളുകള് കൃഷി ചെയ്തിട്ട് ധാന്യങ്ങൾ, അരി, നെല്ല്, ഗോതമ്പ് മുതലായിട്ട് ധാന്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ ഒരു പാപവും ഇല്ല, ഞാൻ ഹിംസ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കാറുണ്ട്. പക്ഷെ അവിടെ അവിടെ വലിയ ഹിംസ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട്? കൈർഷന്തോ ലാംഗലേഹി, ലാംഗലം അതായത് കലപ്പ കൊണ്ട് ഭൂമിയിൽ ഉഴുന്ന സമയം തൊട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ഹിംസയാണ്. ഘന്തി ഭൂമിശയാൻ ബഹൂൻ, ഭൂമിയിലുള്ള മണ്ണിലുള്ള നിരവധി സൂക്ഷ്മജീവികളെയും മണ്ണിര മുതലായിട്ടുള്ള നിരവധി ജീവജാലങ്ങളെ ഈ കർഷണം, അതായത് ഈ നിലം ഉഴുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ കൊല്ലുന്നുണ്ട്. പിന്നീട് ഉണ്ടാകുന്ന ഓരോ കാർഷിക വൃത്തിയിലും ഈ ജീവഹിംസ, ജന്തുഹിംസ നടക്കുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും നടക്കുന്നുണ്ട്. അപ്പൊ കൃഷി ചെയ്തിട്ട് സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അതിൽ ഹിംസ വന്നു ചേരുന്നുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഹിംസയെ ഒഴിവാക്കാം? മഹാഭാരതത്തിന്റെ ഒരു മതം ശാന്തിപർവ്വത്തിൽ പറയുന്നത് വെച്ചാല് അദ്രോഹേണൈവ ഭൂതാനം അല്പദ്രോഹേണ വാ പുന എന്നൊരു വാക്യമുണ്ട്. അത് ജാതിലി മഹർഷിക്ക് തുലാധരൻ ഉപദേശിച്ചു കൊടുക്കുന്ന, ഇതുപോലെ ഈ ധർമ്മവ്യാധൻ ബ്രാഹ്മണന് ഉപദേശിച്ചതുപോലെ തുലാധരൻ എന്ന പേരുള്ള ഒരു വൈശ്യൻ, അദ്ദേഹം ജാതിരി എന്ന് പറയുന്ന ബ്രാഹ്മണനായ മഹർഷിക്ക് ധർമ്മോപദേശം കൊടുക്കുന്ന ഒരു രംഗം നമുക്ക് ശാന്തിപർവ്വത്തിൽ കാണാം. അവിടെ അദ്ദേഹം പറയുന്നത് അദ്രോഹേനൈവ ഭൂതാനാം, ജീവജാലങ്ങളെ ഉപദ്രവിക്കാതെ ജീവിക്കണമെന്നാണ് ആദ്യ വരിയിൽ, ആ ശ്ലോകത്തിന് ആദ്യ പാദത്തിൽ പറയും. രണ്ടാം പാദത്തിൽ പറയുന്നത് അല്പദ്രോഹേണവ പുന, അദ്രോഹം അതായത് ദ്രോഹം തീരെ ചെയ്യാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അല്പദ്രോഹം എന്നുള്ള ഒരു നയത്തെ സ്വീകരിക്കണം എന്നാണ്. അല്പം മാത്രം ദ്രോഹിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി, നമ്മുടെ വയറ് നിറയാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം നമ്മൾ പ്രാണിദ്രോഹം, അത് ധാന്യമണികളായി കഴിഞ്ഞാലും ഇലക്കറികളായാലും പഴങ്ങളായി കഴിഞ്ഞാലും നമ്മൾ പ്രകൃതിയിൽ നിന്ന് ആഹരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹിംസ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് കൊണ്ട് പരമാവധി ഹിംസ ഒഴിവാക്കിയിട്ട് അല്പദ്രോഹം മാത്രം ചെയ്തുകൊണ്ട് ഉപജീവനത്തിന് വേണ്ടി മാത്രം ഹിംസ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ പരമധർമ്മം. തത്ര ജീവാമി ജാതലേ എന്ന്, അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തുലാധരൻ പറയുന്നു. അതിന്റെ മറ്റൊരു വാക്യമാണ് ഇവിടെ കൃഷിയുടെ കാര്യം എടുത്ത് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് ശാന്തിപർവ്വത്തില് അർജുനൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഭാഗത്തും ഈ ഹിംസയുടെ അപരിഹാര്യത, ഹിംസ നമുക്ക് വിട്ടു മാറുന്നില്ല. യുദ്ധത്തെക്കുറിച്ച് പരിതപിക്കുന്ന യുധിഷ്ഠിരനോട് അർജുനൻ പറയുന്നതും സൂക്ഷ്മയോനീനി ഭൂതാനി തർക്കഗമ്യാനി കാനജിത് ലക്ഷ്മണോപി നിവാദേന യേഷം സ്കന്ധപര്യയ എന്ന് അർജുനൻ പറയുന്നു. ഏട്ടനോട് പറയാണ്, സ്വന്തേട്ടനോട് പറയാണ്, അങ്ങനെ ഹിംസ ചെയ്യാതെ യുദ്ധം ചെയ്യാതെ ജീവിക്കാമെന്ന് ഒരിക്കലും നമ്മുടെ കരുതേണ്ടതില്ല. അന്നും അറിയാതെ നമ്മൾ ഹിംസ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്? പക്ഷ്മണോപി നിപാതേന, നമ്മുടെ പക്ഷ്മം അതായത് നമ്മുടെ കണ്ണിന്റെ പോളയുടെ നിപാതം അത് ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ അടയുന്നുണ്ട്. ഈ ഇതിനെ എന്താണ് ഇമ വെട്ടുക എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ. ഇമ വെട്ടുന്ന സമയം, അത് അറിയാതെ നടക്കുന്ന പ്രക്രിയയാണെങ്കിലും ആ ഇമ വെട്ടുന്ന സമയത്ത് പോലും ഈ രണ്ട് കൺട്രോളുകൾക്കിടയിൽ പെട്ട് വളരെ സൂക്ഷ്മയോനികളായ ജീവജാലങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്ത, അതുകൊണ്ടാണ് ഇതിനെ തർക്കഗമ്യാനി എന്ന് പറഞ്ഞത്. ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന
ബാക്ടീരിയകൾ, വൈറസുകൾ, പിന്നെ അല്ലെങ്കിൽ അതിലും സൂക്ഷ്മമായിട്ട് ജീവികൾ, അതിലും കുറച്ച് സ്ഥൂലമായിട്ടുള്ള ജീവികൾ ഒക്കെ ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അനുമാനിക്കാൻ പറ്റുന്ന ജീവജാലങ്ങൾ കണ്ണിമ വെട്ടുമ്പോൾ പോലും അവയ്ക്കിടയിൽപ്പെട്ട് പോളക്കിടയിൽപ്പെട്ട് മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഹിംസ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കാൻ സാധ്യമല്ല. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ആ ഹിംസയെ പോലും പരിഹരിക്കാനുള്ള, ആ ഹിംസയുടെ പാപത്തെ പരിഹരിക്കാനാണ് സ്മൃതികളിൽ നമുക്ക് പഞ്ചയജ്ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ദേവയജ്ഞം, ദേവയജ്ഞം, ഋഷിയജ്ഞം, അതുപോലെ പിതൃയജ്ഞം, അതിഥിയജ്ഞം, ഭൂതയജ്ഞം. ഇങ്ങനെ 5 തരത്തിലുള്ള യജ്ഞം. സന്ദർഭവശാൽ അത് ഇതിന്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആ പഞ്ചയജ്ഞങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. അത് ഈ ഇത്തരം പാപങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പഞ്ചസൂന എന്ന് പറയുന്ന 5 തരം പാപങ്ങൾ. 5 തരം പാപങ്ങൾ എന്നതിനെ മൊത്തത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വെള്ളം നിറച്ച കുടം എടുത്തു വെക്കുന്ന സമയത്ത്, ചൂല് കൊണ്ട് തൂക്കുന്ന സമയത്ത്, അതുപോലെ ഇങ്ങനെ പല സന്ദർഭങ്ങൾ പറയുന്നുണ്ട്. ഉരുളയിൽ ധാന്യം ഇടിക്കുന്ന സമയത്ത് എന്നൊക്കെ 5 സന്ദർഭങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 5 തരത്തിലുള്ള ഹിംസ നിത്യജീവിതത്തിൽ ഈ ഗൃഹസ്ഥർ ചെയ്യേണ്ടി വരുന്നു. ആ ഹിംസയുടെ പാപം പോകാൻ വേണ്ടിയിട്ടാണ് പഞ്ചയജ്ഞങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സാന്ദർഭികമായിട്ട് അത് ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴും ഹിംസ വരുന്നത് കൊണ്ട് നമ്മുടെ ഋഷിമാരെ പറഞ്ഞത്, നമ്മൾ വ്രീഹിയവം മുതലായിട്ടുള്ള, അതുപോലെ മുന്യന്നം, വ്രീഹി തന്നെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ അതിൻ്റെ പേരുണ്ട്, വരിനെല്ല് എന്ന് പറയും. അതായത് കൃഷിഭൂമിയിൽ നട്ടു വളർത്തിയതല്ലാതെ സ്വാഭാവികമായിട്ട് ഭൂമിയിൽ മുളച്ചു വന്ന, നിലത്ത് വീടിട്ട് മുളച്ചു വന്നിരിക്കുന്ന ധാന്യച്ചെടികൾ, നെൽച്ചെടികൾ അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങൾ ചെടികളിൽ നിന്നും ഉള്ള ആ ധാന്യങ്ങൾ എടുത്ത് ജീവിക്കുക എന്നല്ല. അത് കുറെ കൂടി ഈ പരദ്രോഹം കുറവാണ്, പ്രാണിദ്രോഹം അതിൽ കുറവാണ് എന്നുള്ളത് കൊണ്ട് അത് ഈ കൃഷിയേക്കാൾ ശ്രേഷ്ഠമാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ പറയുന്നു, ധാന്യബീജാനി യാന്യാഹുർഹ്യാദീനി ദുരോത്തമ സർവണ്യേതാനി ജീവാനി തപ്തകം പ്രതിഭാതിത്തെ. ആ വ്രീഹി എന്ന് പറയുന്ന ആ വരിനെല്ല് നമ്മൾ എടുക്കുന്ന സമയത്തും അവിടെയും ആ ചെടിയും ജീവിയാണല്ലോ. അപ്പൊ പിന്നെ എവിടെയാണ് നമ്മൾ അഹിംസ ചെയ്യുന്നത്? തത്രയ്ക്കും പ്രതിഭാതിതേ, അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള നിരവധി ശ്ലോകങ്ങൾ ഈ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തത്രയ്ക്കും പ്രതിഭാതിതേ, ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അവിടെ അങ്ങേക്ക് എന്ത് തോന്നുന്നു, ഇവിടെ എന്ത് തോന്നുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. വീണ്ടും വീണ്ടും അധ്യാക്രമ്യ പശുവും ചാപി ഗ്രന്ഥി വൈ ഭക്ഷയന്തി ച വൃഷം തഥ ഔഷധി ചാപി ചിന്തന്തി പുരുഷാദ്വിജ ജീവാഹി ബഹവോ ബ്രഹ്മൻ വൃക്ഷേഷു ച ഫലേഷു ച. നമ്മൾ മൃഗങ്ങളെ ആക്രമിക്കുന്നു. ഇപ്പൊ പശുവിനെ കറന്ന് പാലെടുക്കുന്നു, അതിൽ ഹിംസയുണ്ട്. ഗ്രന്ഥി വൈ ഭക്ഷയന്തി ച, ചില ആളുകൾ ഈ മൃഗങ്ങളെ കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നു. വൃക്ഷങ്ങളെ നമ്മൾ വെട്ടിമുറിക്കുന്നു, ഔഷധങ്ങളെ നമ്മൾ ചെടികളിൽ നിന്ന് സ്വീകരിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നമ്മൾ അവയെ നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു വൃക്ഷം നമ്മൾ മുറിച്ചെടുക്കുന്നത്, ആ വൃക്ഷത്തിനകത്ത് ജീവിക്കുന്ന, വൃക്ഷം ശരിക്കും പറഞ്ഞ ഒരു എക്കോസിസ്റ്റം ആണെന്ന് പറയാം. നിരവധി പക്ഷികളും മറ്റ് ജീവജാലങ്ങളും ആ വൃക്ഷത്തെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, ആ വൃക്ഷത്തെ ആശ്രയിച്ച് നിരവധി ജീവജാലങ്ങൾ കഴിയുമ്പോൾ, ആ വൃക്ഷത്തെ നമ്മൾ മുറിക്കുന്നതും പഴങ്ങൾ നമ്മൾ എടുക്കുന്നതും ഒക്കെ തന്നെ പലതരത്തിലുള്ള ഹിംസയാണ്. ഉദകേ ബഹവശ്ചാപീതാത്രയും പ്രതിഭാതിത്തെ. ഇനി വെള്ളം കുടിക്കുന്നതാണ്, വെള്ളത്തിൽ എത്രമാത്രം ജീവികളുണ്ട്, അവിടെ പാപത്തെക്കുറിച്ച് അങ്ങ് എന്ത് പറയുന്നു, എന്താണ് എനിക്ക് തോന്നുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സർവം വ്യാപ്തമിതം ബ്രഹ്മൻ പ്രാണിജീവനൈഹി മത്സ്യാൻ ഗസന്തേ മത്സ്യാശ്ച തത്രയും പ്രതിഭാതിതേ. ഈ ലോകം മുഴുവനും പ്രാണികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രയധികം കോടാനുകൂടി പ്രാണികളുണ്ട്. ആ പ്രാണികളിൽ ഒരു പ്രാണി മറ്റൊരു പ്രാണിയെ കൊന്നിട്ട് തിന്നുകയാണ്. പരസ്പരം ഒരു ഭക്ഷ്യശൃംഖല എന്ന് പറയുന്ന നമ്മളൊരു സാധാരണ ശാസ്ത്രകാരന്മാരെ പറയാറുണ്ട്, ഭക്ഷ്യശൃംഖലയുണ്ട്. ആ ഒരു ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായിട്ട് ഒരു ജീവി മറ്റൊരു ജീവിയെ തിന്നുന്നു. ഒരു മത്സ്യം മറ്റൊരു മത്സ്യത്തെ വെള്ളത്തിൽ, മത്സ്യാൻ ഗ്രസന്തേ മത്സ്യാഷ്ട തത്രയും പ്രതിപാദ്യം. അങ്ങനെയൊക്കെ എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? അപ്പൊ ഇങ്ങനെ ഹിംസ തീരെ ഇല്ലാതിരിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം നിരവധി ശ്ലോകങ്ങൾ അങ്ങനെ പറയുന്നു. അവിടെയൊക്കെ ഹിംസ വന്നു ചേരുന്നു. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? വാസ്തവത്തില്
ഹിംസ ചെയ്തു പോയാൽ നമ്മൾ അതിന് പ്രായശ്ചിത്തം ആചരിക്കുക, മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ധർമ്മനിഷ്ഠനായിട്ട് ജീവിക്കുക, ഗുരു ശുശ്രൂഷ ചെയ്യുക, സജ്ജന സംഗമം ചെയ്യുക, മന്ത്രോപാസന ചെയ്യുക, നാമസങ്കീർത്തനം ചെയ്യുക, നല്ല ചിന്തകളെ കൊണ്ട് മനസ്സ് നിറക്കുക, കൊല്ലുന്ന ജീവിയോട് നമുക്ക് ഒരു മനസ്സുകൊണ്ട് വിരോധമില്ലാതിരിക്കും. അത് വളരെ പ്രധാനമാണ്. ഇത് ചെയ്യുന്നത് എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്, നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട് ചെയ്യുക. അതും ഈശ്വര സമർപ്പണമായിട്ട് ചെയ്യുക. അല്ലാതെ ഈ ഹിംസയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. വിശ്വാമിത്ര മഹർഷി ഇതുപോലെ ഇറച്ചി തിന്ന കഥ ചില ആളുകൾ പ്രഭാഷണങ്ങൾ വളരെ വിശദമായിട്ട് പറയും. എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ ഈ മാംസാഹാരം നിഷിദ്ധമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ വിശ്വാമിത്രന്റെ ഈ പട്ടിയിറച്ചി തിന്നുന്ന വിശ്വാമിത്രന്റെ കഥ, അത് മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിൽ പറഞ്ഞിരിക്കുന്നത് ആപദ്ധർമ്മമായിട്ടാണ്. അദ്ദേഹം 12 വർഷം തപസ് ചെയ്തു. 12 വർഷക്കാലം അവിടെ നാട്ടിൽ മഴ പെയ്യാതെ ക്ഷാമം നേരിട്ട്, മഴ പെയ്തില്ല കുറെ കാലം. അങ്ങനെ ക്ഷാമം നേരിട്ട് പട്ടിണി വന്നിട്ട് അദ്ദേഹം ആഹാരം കിട്ടാതെ മരിക്കുമെന്ന അവസ്ഥയിലാണ് ഒരു ചണ്ടാളന്റെ ചണ്ടാളന്റെ കുടിലിൽ ചെന്ന് അദ്ദേഹം അവിടെ വെച്ചിരിക്കുന്ന പട്ടിയ മാംസം എടുത്ത് തിന്നാൻ നോക്കുന്നത്. അപ്പൊ ചണ്ടാളനുമായിട്ട് അദ്ദേഹത്തിന്റെ ചണ്ടാളൻ അദ്ദേഹത്തോട് പറയുന്നു, ഇത് അങ്ങേക്ക് ചേർന്നതല്ല, മോഷണം തന്നെ കുറ്റമാണ്, പിന്നെ പട്ടിയ മാംസം അങ്ങ് പ്രത്യേകിച്ച് അങ്ങേപ്പോലുള്ള ആളുകൾ കഴിക്കാൻ പാടില്ല. പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ചണ്ടാളനെ വാദിക്കുന്നത്. ചണ്ടാളൻ പറഞ്ഞ സമയത്ത് തിരിച്ച് വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു, പശു ഒരു കുളത്തിൽ കയറി ഇറങ്ങി വെള്ളം കുടിക്കുമ്പോൾ അവിടെയുള്ള തവളകൾ ശബ്ദമുണ്ടാക്കുമെന്ന് കേട്ടിട്ട് പശു വെള്ളം കുടിക്കാതെ പോകില്ല. ഞാൻ ഈ പട്ടിയുടെ ഏറ്റവും വലിയ ആ തുടയുടെ മാംസം തന്നെ കഴിക്കും എന്നാണ് പറയുന്നത്. വളരെ വിചിത്രമായ വാദങ്ങൾ അവർ തമ്മിൽ ഉണ്ടാകും, സംവാദങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ ഈ ചണ്ടാളൻ പറഞ്ഞത് കേൾക്കാതെ വിശ്വാമിത്രൻ അതിലെ പട്ടി മാംസം എടുത്തിട്ട് അദ്ദേഹം നേരെയും കഴിക്കുകയല്ല, അദ്ദേഹം അടുത്തുള്ള കുറച്ച് ചുള്ളിക്കമ്പുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു അഗ്നി സമൂഹനം ചെയ്തു. അവിടെ അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ ഈ പട്ടി മാംസം തന്നെ എടുത്തിട്ട് അദ്ദേഹം കുറെ വിഭാഗങ്ങളാക്കി ഖണ്ഡം ഖണ്ഡമാക്കിയിട്ട് അത് ഇന്ദ്രനും യമനും നിരുതിക്കും വരുണനും വായുവിനും ഒക്കെ ആയിട്ട്, അഗ്നിക്കും ഒക്കെ ആയിട്ട് ദേവന്മാർക്ക് അത് പങ്കുവെച്ച് അതിൽ ഹോമം ചെയ്തു, ഹവനം ചെയ്തു. അതായത് ആ തനിക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു വലിയൊരു പങ്ക് ദേവന്മാർക്ക് ഹവനം ചെയ്തിട്ട് അത് യജ്ഞശിഷ്ടമാക്കി മാറ്റി. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, യജ്ഞശിഷ്ടാശന സന്തോ മുച്ചന്തേ സർവകൽബിഷൈഹി. യജ്ഞശിഷ്ടമായിട്ട് ഭക്ഷണം കഴിക്കുക, യജ്ഞശിഷ്ടാശി ആവുക എന്ന് വെച്ചാൽ യജ്ഞം ചെയ്തതിന്റെ ശിഷ്ടം ദേവന്മാർക്ക് സമർപ്പിച്ചതിന്റെ ബാക്കി പ്രസാദമായിട്ടുള്ളത് അശനം ചെയ്യുക, കഴിക്കുക. അങ്ങനെയുള്ള ആളുകൾ എല്ലാ പാപത്തിൽ നിന്നും, ആ യജ്ഞത്തിൽ ചെയ്യുന്ന പശുഹിംസ പോലെയുള്ള പാപത്തിൽ നിന്ന് പോലും അദ്ദേഹം രക്ഷപ്പെടുന്നു എന്നാണ് വേദവാക്യം ഗീതയും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ അഗ്നിയിൽ ഹവനം ചെയ്ത സമയത്ത് ദേവന്മാര് തതോ ദേവൻ വവർഷ, ദേവന്മാര് അവിടെ വർഷിച്ചു എന്നാണ്. ആ 12 വർഷമായിട്ട് മഴ പെയ്യാത്ത സ്ഥലത്ത് അപ്പൊ എന്തുകൊണ്ടാണ് മഴ പെയ്യാതിരുന്നത്? യജ്ഞഭവതി പർജന്യ, യജ്ഞം ആരും ചെയ്യാൻ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ യജ്ഞമൊന്നും വേണ്ട വിധമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് മഴ പെയ്യാതിരുന്നത് എന്നാണ് ഇവിടെ സൂചന. അപ്പൊ ദേവന്മാര് മഴ പെയ്തതിൽ നിന്നും അദ്ദേഹം ചെയ്ത കാര്യം ധർമ്മമാണ് എന്ന് വന്നുകൂടുന്നു. ആ അദ്ദേഹം ചെയ്ത ആ പ്രവർത്തിക്ക് കിട്ടിയ അംഗീകാരമാണ് ദേവന്മാരുടെ ആ മഴ. അപ്പൊ പറഞ്ഞു വരുന്നത് അവിടെ വിശ്വാമിത്രൻ ഇങ്ങനെയൊരു പട്ടിമാംസത്തോട് ആർത്തി കാണിച്ചത് അത് വിഹിതമായ കർമ്മമായതുകൊണ്ടല്ല, അവിഹിതം തന്നെയാണ് ചെയ്തതെങ്കിലും അത് ഒരു ആപദ്ധർമ്മമായിട്ട് ജീവൻ പോകുന്ന അവസ്ഥയിൽ വേറൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ അദ്ദേഹം അവിടെയും ദേവന്മാർക്ക് സമർപ്പണം ചെയ്തുകൊണ്ട് അത് നിർവഹിച്ചു എന്നുള്ളത് ആണ് നമ്മൾ പഠിക്കേണ്ടതായ, അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതായ ഒരു കാര്യം. അപ്പൊ ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ ഒരു ഈശ്വര സമർപ്പണം, ചെയ്യുന്ന പാപങ്ങൾക്ക് നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ നമ്മൾ ഈശ്വര സമർപ്പണ ബുദ്ധിയും അതിൽ നിന്നും നമ്മുടെ മനസ്സ് അതിലേക്ക് ആ പാപബുദ്ധിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അഭിമാനശൂന്യനായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും.
എന്ന കാര്യം ഇവിടെ അദ്ദേഹം പറയുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ പുണ്യകർമ്മങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് അടുത്തതായിട്ട് ബ്രാഹ്മണന്റെ സംശയങ്ങളുടെ നിവൃത്തിക്കായിട്ട് ബ്രാഹ്മണൻ പറയുന്നു, ധർമ്മത്തിന്റെ സൂക്ഷ്മമായ തത്വങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നു. എന്താണ് ധർമ്മം, എന്താണ് സത്യം, എന്താണ് അഹിംസ മുതലായിട്ട് കാര്യങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂക്ഷ്മ ഗതിർഹി ധർമ്മസ്യ ബഹുശാസ്ത്ര ഹ്യനന്തിക. ഇന്നതാണ് ധർമ്മം എന്നുള്ളത് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വേദപ്രണിഹിതോ ധർമ്മ അധർമ്മസ്തദ് വിപര്യ. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളാണ് ധർമ്മം, അതിന് വിപരീതമായിട്ടുള്ളത് അധർമ്മം. പോരാത്തതിന് നമുക്ക് വേദങ്ങളിൽ നിന്ന് പ്രമാണം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വൃദ്ധാനുശാസനം. വൃദ്ധന്മാര് വെച്ചാൽ ജ്ഞാനവൃദ്ധന്മാരുണ്ട്, വയോവൃദ്ധന്മാരുണ്ട്, ധർമ്മവൃദ്ധന്മാരുണ്ട്. ഇങ്ങനെ വൃദ്ധന്മാർ പലതരമാണ്. അത്തരം വൃദ്ധന്മാര് പറഞ്ഞത് ധർമ്മമായിട്ട് നമ്മൾ പരിഗണിക്കണം എന്നുള്ളത്, അനുഭവജ്ഞാനമുള്ളവർ. അപ്പോൾ വേദത്തിനായാലും വൃദ്ധവാക്യമായി കഴിഞ്ഞാലും അതിലൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന ധർമ്മം സൂക്ഷ്മഗതിർഹി ധർമ്മസ്യ. ധർമ്മത്തിന്റെ ഗതി ധർമ്മം സുസൂക്ഷ്മമാണ്. ധർമ്മസ തത്വം നിഹിതം ഗുഹായാം. ഗുഹയിൽ ധർമ്മത്തിന്റെ തത്വം ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളതിനെ കണ്ടെത്തുക പ്രയാസമാണ്. അതുകൊണ്ടാണ് വൃദ്ധവാക്യം അല്ലെങ്കിൽ വേദവാക്യം അനുസരിക്കാൻ വേണ്ടി പറയുന്നത്. അല്ലെങ്കിൽ മഹാത്മാക്കളായ ആളുകളുടെ അവര് സഞ്ചരിച്ച പാതയെ നമ്മൾ കണ്ടെത്താറുണ്ട്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ധർമ്മത്തിന്റെ സൂക്ഷ്മഭാവത്തെ അറിഞ്ഞുകൊള്ളണം. എവിടെയൊക്കെ നമുക്ക് കള്ളം പറയാം? കള്ളം പറയാതെ തന്നെ ജീവിക്കണം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആപദ്ധർമ്മമായിട്ട് കള്ളം പറയേണ്ടി വരും. അതിന്റെ ചില ഉദാഹരണം പറയാണ്. പ്രാണാന്തികെ വിവാഹേച്ച വക്തവ്യമനൃതം ഭവേത്, അനൃതേന ഭവേത് സത്യം, സത്യേനൈവ അനൃതം ഭവേത്. സത്യത്തിന്റെ സൂക്ഷ്മഭാവം പറയാം. പ്രാണാന്തികെ, നമ്മുടെ പ്രാണൻ പോകുന്ന സമയത്ത് ഒരു കള്ളം പറഞ്ഞു പോയാൽ അത് നമ്മൾ അസത്യമായിട്ട് പരിഗണിക്കേണ്ടതില്ല. അതായത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ മാത്രമല്ല മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ കള്ളം പറയേണ്ടി വന്നാൽ കള്ളം പറഞ്ഞാൽ കുറ്റമല്ല. വിവാഹത്തിൽ കള്ളം പറയുക, ഇതിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഇത് ശ്രീമദ് ഭാഗവതത്തിലും ശുക്രാചാര്യൻ മഹാബലിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യമുണ്ട് ഇതുപോലെ. സ്ത്രീഷു നർമ്മവിവാഹേഷു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളോട് അതുപോലെ തമാശയായിട്ടും അതുപോലെ വിവാഹത്തിലും ഇതുപോലെ പ്രാണാന്തികത്തിലും ഒക്കെ തന്നെ കള്ളം പറയാം എന്നുള്ള നാനൃതം സ്യാജുഗുപ്സിതം എന്ന് ശുക്രൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ ചില ആളുകൾ, ചില ആചാര്യന്മാരെ വ്യാഖ്യാനിച്ചൊക്കെ പറയുമ്പോൾ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളം പറയാം എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. അത് ശരിയായ വ്യാഖ്യാനമല്ല. വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ജോലിയില്ലാത്ത ഒരാൾ ഞാൻ കലക്ടർ ഉദ്യോഗമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുക, വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല ജോലിയാണ്, നല്ല ശമ്പളമുണ്ട്, നല്ല കുടുംബത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം വ്യാജ ഡോക്ടർമാരും വ്യാജ വക്കീലന്മാരും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ വ്യാജമായിട്ട് വിവാഹം ചെയ്യുന്നതല്ല ഇവിടെ വിവാഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അതിന്റെ ഭാഗവത വ്യാഖ്യാതാവായിട്ടുള്ള ശ്രീധരാചാര്യ പറഞ്ഞിരിക്കുന്നത് വിവാഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞില്ല, വിവാഹാർത്ഥം എന്ന് പറഞ്ഞിട്ടില്ല, വിവാഹത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ വിവാഹത്തിന്റെ ചടങ്ങില് ദമ്പതിമാര് വധൂവരന്മാരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാണ് എന്ന് കള്ളം പറയണമെന്നാണ്. അതിന് ശ്രീധരാചാര്യ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം തന്നെ, നിങ്ങൾ വധൂവരന്മാര് പാർവതി പരമേശ്വരന്മാരെ പോലെ ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് പണ്ട് കാലത്ത്. പാർവതി പരമേശ്വരന്മാർ അത്രയധികം ചേർച്ചയുള്ള ദമ്പതികളാണല്ലോ. ഈ വധൂവരന്മാരുടെ മനസ്സ് സന്തോഷിക്കണം, അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും ചേരണം എന്നുള്ളതിന് വേണ്ടിയിട്ട് സമൂഹം അവർക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനമാണ് ഈ പറഞ്ഞ കള്ളം. അതൊരു പക്ഷേ അവർ തമ്മിൽ ചേർച്ചയൊന്നും ഉണ്ടാവില്ല. അവരുടെ ഉയരം തമ്മിലോ അവരുടെ പ്രായം തമ്മിലോ അവരുടെ നിറം നോക്കിയിട്ടോ സൗന്ദര്യം നോക്കിയിട്ടോ മറ്റു കാര്യങ്ങൾ നോക്കിയാലോ ഒരുപക്ഷെ ചേർച്ച കാണില്ലെങ്കിലും ചേർച്ചയുണ്ട് എന്ന് പറഞ്ഞേക്കണം എന്നാണ് 500 വർഷം മുമ്പ് ഇതിന് ഭാഗവതത്തെ വ്യാഖ്യാനം രചിച്ച ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടെയും പ്രാണാന്തിക വിവാഹേച്ച വക്തവ്യം അനൃതം ഭവേത്. അവിടെയൊക്കെ കള്ളം പറയേണ്ടി വരും. അനൃതേന ഭവേത് സത്യം. അപ്പൊ അവിടെ കള്ളം സത്യമായിട്ട് ഭവിക്കുന്നു.
അതുപോലെ സത്യേനേ വാനൃതം ഭവേത്, സത്യം അതായത് നേര് പറയുന്നത് അത് അസത്യമായിട്ടും ഭവിക്കും. അനൃതം ച ഭവേത്, സത്യം സത്യം ചെയ്യുക അനൃതം ഭവേത് എന്ന് ഇന്ന് ഈ വരി, ഈ പിന്നെ ഇതിന്റെ ഈ ഉത്തരാർത്ഥം, ഈ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥം ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അനൃതം ച ഭവേ സത്യം സത്യം ചെയ്യുക അനൃതം ഭവേത് യത് ഭൂതഹിതമത്യന്തം തത് സത്യമേതി നിശ്ചയ. ജീവജാലങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള വാക്യം ഏതാണോ അതാണ് സത്യം എന്ന് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്നത്. ഇദ്ദേഹവും ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഈ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അനൃതം ച ഭവേ സത്യം എന്ന് പറയുന്ന വരി അടുത്ത ശ്ലോകത്ത് അദ്ദേഹം മറ്റേ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥം അടുത്ത ശ്ലോകത്തിന്റെ പൂർവാർത്ഥമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. യത് ഭൂതഹിതമത്യന്തം തത് സത്യമിതി ധാരണ. ആ നിശ്ചയ എന്നുള്ള വാക്കിന് പകരം ഇവിടെ ധാരണ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ജീവജാലങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളത് എന്തോ അതാണ് സത്യമെന്നാണ് പൊതുവെയുള്ള ധാരണ. ഇതാണ് ധർമ്മതത്വം. അതുകൊണ്ടാണ് ദ്രോണരോട് കള്ളം പറഞ്ഞപ്പോൾ അത് കള്ളമല്ലാതെ, ആ സന്ദർഭത്തിലാണ് ഭഗവാൻ ഇത് പറയുന്നത്, വിശിഷ്ടനോട് പറയുന്നത്. അശ്വത്ഥമാഹത എന്നുള്ള ആ ഒരു കള്ളം അത് സത്യമായിട്ട് ഭവിക്കുന്നു. ഭൂതഹിതം ആണ് അവിടെ ഉദ്ദേശ്യം. കാരണം ദ്രോണര് അസംഖ്യം ജനങ്ങളെ, സാധാരണക്കാരായിട്ടുള്ള സേനാനികളെ അദ്ദേഹം ബ്രഹ്മാസ്ത്രം മുതലായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ട്, ഘോരമായ അസ്ത്രങ്ങളെ കൊണ്ട് കൊന്ന് തീർത്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നടക്കുന്ന ഭൂതഹിംസ. അത് തടയാൻ വേണ്ടിയിട്ട് ദ്രോണരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഭൂതഹിതമാണ് എന്നാണ് ഭഗവാന്റെ പക്ഷം. അപ്പൊ അത് ധർമ്മത്തിന്റെ ഒരു സൂക്ഷ്മതത്വമാണ്. ഈ സൂക്ഷ്മതത്വത്തെ അറിഞ്ഞു വേണം ധർമ്മത്തെ ആചരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കർമ്മങ്ങൾ പലപ്പോഴും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും അതിന് സത്ഫലം കിട്ടാതെയൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ വേണ്ടുന്ന പ്രയത്നങ്ങൾ ചെയ്തിട്ടും പ്രയത്നത്തിന്റെ ഫലം കിട്ടാതെ വരാം. ഇതൊക്കെ ഈ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അചേഷ്ടമപി ചാസീനം ശ്രീ കഞ്ചിത് ഉപതിഷ്ഠതി കശ്ചിത് കർമാണി കുർവൻ ഹി ന പ്രാപ്യം അധിഗച്ഛതി. ഇവിടെ നമ്മൾ കർമ്മം ചെയ്താൽ തന്നെ ഫലം കിട്ടണമെന്നില്ല. കാരണം നമ്മൾ പൂർവ്വജന്മത്തിലോ അല്ലെങ്കിൽ കുറെ കാലങ്ങൾക്ക് മുമ്പോ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മഫലം നമ്മൾ ഇപ്പോഴായിരിക്കും അനുഭവിക്കുന്നുണ്ടാവുക. അതിനും മഹാഭാരതത്തിൽ വേറൊരിടത്ത് പറഞ്ഞിരിക്കുന്നത് പശുക്കളെ പോറ്റുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പശുക്കളെ പോറ്റി കഴിഞ്ഞാൽ എത്രയോ കാലം കഴിഞ്ഞാണ് പശുവിന്റെ പാല് കിട്ടുക എന്നുള്ളതുകൊണ്ട്. ഗുരുഭുക്തമിവോദരേ എന്ന് വേറൊരു വാക്യമുണ്ട്. അതായത് നമ്മൾ ധാരാളമായിട്ട് ഹെവി ആയിട്ടുള്ള ഭാരം കൂടിയ ഗുരു ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ ഒരുപാട് കാലം പിടിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലവും ചിലപ്പോൾ ഒരുപാട് വൈകിട്ടാണ് കിട്ടുക. പിന്നെ നമ്മൾ നല്ല മനുഷ്യനായിട്ട് നടക്കുമ്പോഴായിരിക്കും നമ്മളെ പോലീസ് പൊക്കി കൊണ്ടുപോകുക. നമ്മുടെ സമയദോഷം എന്ന് പറയുന്നത് അതൊക്കെയാണ്. കളവും ഇതൊക്കെ നിർത്തിയിട്ട് കുറെ കാലം കഴിയുമ്പോൾ നല്ല മനുഷ്യനായിട്ടൊക്കെ നടക്കുമ്പോഴായിരിക്കും പോലീസുകാരൻ പഴയ കേസ് കുത്തിപ്പൊക്കിയിട്ട് നമ്മളെ കൊണ്ടുപോയി ലോക്കപ്പിലിടുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഗുരുഭുക്തമിവോദരേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് അചേഷ്ടമപി, ഈ ഒന്നും ചെയ്യാതിരിക്കുന്നവനെ ലക്ഷ്മി ദേവി വന്ന് അങ്ങ് സ്വീകരിക്കണം. എന്നൊരു ഐശ്വര്യം അവനെ തേടി വരും. അവനൊരു ലോട്ടറി ടിക്കറ്റ് അവന് വീണ് കിട്ടിയിട്ട് അവൻ ഒരു പക്ഷെ ധനികനായി പോയി എന്ന് വരും. കശ്ചിത് കർമാണി കുർവൻ ഹി ന പ്രാപ്യം അധിഗച്ഛതി. ഒരുപക്ഷെ ഒരാൾ ഈ ധനം കിട്ടാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുന്ന ആൾക്ക് ഒരു ലാഭവും കിട്ടാതെ അയാൾ വിഷമത്തെ മരണം കാണാം. അതുപോലെ ദേവാനിഷ്ഠ തപസ്തത്വാ കൃപണീ പുത്രഗൃഭേഭി ദശമാസധൃതാ ഗർഭേ ജായന്തേ കുലവംസനാ. ദേവന്മാർക്ക് വേണ്ടി യാഗം ചെയ്ത് പുത്രകാവേഷ്ടി മുതലായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്തിട്ടും തപസ് ചെയ്തിട്ടും ചില ആളുകൾ അത്യാഗ്രഹത്തോട് കൂടിയിട്ട് മകനുണ്ടാകാൻ വേണ്ടി, കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടും 10 മാസം വയറ്റിൽ ചുമന്ന് നടന്ന ആ കുഞ്ഞോട് എന്താകുന്നു? കുലവംസനാഹ ജായന്തേ, കുലത്തെ മുടിക്കുന്ന ഒരു കുട്ടി ജനിക്കുന്നു. അതും കർമ്മം ചെയ്തിട്ടുണ്ടാകുന്ന ഒരു വിപരീത ഫലമാണ്. വേനന്റെ ഒക്കെ കഥ എങ്ങനെയാണ്? പുത്രകാമേഷ്ടി ചെയ്തിട്ടാണ് വേനൻ ഉണ്ടായതെങ്കിലും വേനൻ പരമദുഷ്ടനായിട്ടാണ് വളർന്നു പോകുന്നത് എന്നുള്ള കഥയുണ്ട്. ഇങ്ങനെ നിരവധി വിരുദ്ധമായ ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യേഷാമസ്ത ഭോക്തവ്യം ഗൃഹണീദോഷപീഡിതാഹ ന ചക്രവന്തിത്തെ ഭോക്തും പശ്യ ധർമ്മഭൃതാം വര.
ഒരാൾക്ക് ധാരാളം ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിലും അയാൾക്ക് ഗ്രഹണി എന്ന രോഗം വന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, അതൊരു ദുര്യോഗമാണ്. പിന്നെ കുറെ ശക്തന്മാരായിട്ട് ആളുകൾ പലരും വലിയ ആരോഗ്യമുണ്ടെങ്കിൽ നല്ല സുദൃഢമായ ശരീരം ഉണ്ടായിട്ട് പോലും അവർ പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്നു. ഭക്ഷണം കിട്ടാതെ അവർ കഷ്ടപ്പെടുന്നു, പല ദുഃഖങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഇതൊക്കെ തന്നെ കാലത്തിന്റെ ഗതിയാണ്. കാലമാണ് നമുക്ക് കർമ്മഫലം ചിലപ്പോൾ വളരെ ദീർഘകാലം കൊണ്ടാവും കർമ്മഫലം കിട്ടുക. അങ്ങനെ വന്നു ചേരുന്ന കാലം കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് നമുക്ക് പണ്ട് നമ്മൾ പാപം ചെയ്തു പുണ്യം ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. ഇപ്പോ ഗഹന കർമ്മണോ ഗതി, കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ്. അത് പെട്ടെന്ന് അതിന്റെ ഫലം ഇന്ന കർമ്മം കൊണ്ടാണ് ഇന്ന ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്, ഇന്ന കർമ്മം കൊണ്ടാണ് ഇന്ന സുഖം അനുഭവിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്ന ചില ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കാം. ബഹവ സമ്പ്രദൃശ്യന്തേ തുല്യ നക്ഷത്ര മംഗളാഹ മഹച്ച ഫല വൈഷമ്യം ദൃശ്യതേ കർമ്മസന്ധിഷു. ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധം അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ഒരേ മംഗളകർമ്മങ്ങൾ ചെയ്തവർക്ക് പല ഫലങ്ങളുണ്ടാകുന്നു. അങ്ങനെയുണ്ട്. ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ആളാണ്, പക്ഷെ രണ്ടുപേർക്കും വ്യത്യസ്തമായ ജീവിത സാഹചര്യമാണ്. ഒരാൾ ദരിദ്രനാകും, മറ്റൊരാൾ രാജാവാകും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരേ മംഗളകർമ്മം ചെയ്തവർ, പാലാഴിയിൽ അമൃതിന് വേണ്ടി മഥനം ചെയ്ത് ദേവന്മാരും അസുരന്മാരുമായിരുന്നു. അസുരന്മാർക്ക് ഔഷധം കിട്ടിയില്ല, ഈ അമൃത് കിട്ടിയില്ല, ദേവന്മാർക്ക് അമൃത് സേവിച്ചു. കാരണം അവരുടെ മനസ്സിന്റെ ഭാവം വ്യത്യസ്തമായിരുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. ഇങ്ങനെ കർമ്മഫലത്തിൽ വളരെയധികം വൈചിത്ര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് സത്കർമ്മങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഫലം എന്ന് പറയുന്നത് കർമ്മണ്യവാധികാര തേ മാ ഫലേഷു കഥാചന. ഫലം ഏതെങ്കിലും കാലത്ത് നമുക്ക് നമ്മളെ അന്വേഷിച്ച് വരും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. സൽക്കർമ്മം ചെയ്താൽ നല്ല യോനികളിൽ ജനിക്കും, ദുഷ്കർമ്മം ചെയ്താൽ നീച യോനിയിൽ ജനിക്കും എന്നുള്ള ഒരു സിദ്ധാന്തമുണ്ട്. വധ്യമാനെ ശരീരേതു ദേഹനാശോ ഭവത്യുത. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക ദേഹം നശിക്കുന്നു, ജീവൻ സംക്രമതേ അന്യത്ര, മറ്റൊരു ശരീരത്തെ ആ ജീവൻ സ്വീകരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മത്തിൽ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോ കൗശികൻ ചോദിച്ചു, എന്താണ് ഈ ജീവന്റെ ഈ യാത്രയുടെ സ്വഭാവം? ജീവൻ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് നശിക്കാതിരിക്കുന്നത്? വ്യാധൻ പറഞ്ഞു, ന ജീവനാശോസ്തി ദേഹഭേദേ വിച്ഛേദാഹുർ മ്രിയതേ ഗിരേ ജീവസ്തു ദേഹാന്തരത പ്രയാതി ദശാർദ്ധദൈവാസ്യ ശരീരഭേദ. ഒരാൾ ജീവൻ പോയി അല്ലെങ്കിൽ ജീവനാശം സംഭവിച്ചു എന്നൊക്കെ പറയാറുണ്ട്, മരിച്ചു എന്ന അർത്ഥത്തിൽ. അങ്ങനെ പറയുന്നത് മിഥ്യയാണ്, സത്യമല്ല. കാരണം ജീവന് നാശം ഉണ്ടാകുന്നില്ല, ജീവന് ദേഹാന്തരണം മാത്രമേ നടന്നിട്ടുള്ളൂ. അത് ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹം തേടി എന്നേ ഉള്ളൂ. ഭൗതിക ശരീരം എന്ന് പറയുന്നത് ദശാർദ്ധദൈവാസ്യ ശരീരഭേദ. ദശാർദ്ധത എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളായിട്ട് ബന്ധപ്പെട്ട പാഞ്ചഭൗതികമായ വസ്തുവാണ് ശരീരം. പാഞ്ചഭൗതികമായിട്ട് ശരീരം മാത്രമേ ഈ മരണസമയത്ത് നശിക്കുന്നുള്ളൂ, ജീവൻ നശിക്കുന്നില്ല എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ ജീവൻ അതുകൊണ്ട് മറ്റു ശരീരങ്ങളെ സ്വീകരിക്കുന്നു. കഥം സംഭവതേ യോനോ കഥം വാ പുണ്യപാപയോ. ബ്രാഹ്മണൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ മറ്റൊരു യോനിയിൽ ചെന്ന് പാപപുണ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള അടുത്ത ജന്മം എങ്ങനെയാണ് എന്ന് ബ്രാഹ്മണൻ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് വ്യാസൻ പറയുന്നു, നമ്മൾ ശുഭകർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ദേവത്വം പ്രാപിക്കുന്നു, ദുഷ്കർമ്മം ചെയ്താൽ നമ്മൾ തിര്യക് യോനികളിൽ ഇരിക്കണം. ശുഭൈ പ്രയോഗൈ ദേവത്വം വ്യാമിശ്രയർ മാനുഷോ ഭവേത്. ശുഭകർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് ദേവത്വത്തെ പ്രാപിക്കാം. അതുപോലെ മോഹനീയർ വിയോനീഷു, മോഹനീയമായ കർമ്മങ്ങൾ,
മോഹനീയം എന്ന് വെച്ചാൽ മോഹനം എന്ന് പറയുന്നത് മോഹം എന്ന വാക്കിന് സംസ്കൃതത്തില് അവിവേകം എന്നുള്ളൊരു ആശയമാണ്, അർത്ഥമാണ്. അവിവേകം, വിവേകമില്ലാതെയുള്ള പെരുമാറ്റം, ജീവിതം. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവര് വിയോനീഷു, മനുഷ്യേതരമായ യോനികളിൽ ജനിക്കുന്നു. തിര്യക് യോനികൾ എന്ന് പറയും. പട്ടിയും പൂച്ചയും മറ്റ് ജീവജാലങ്ങളുമായിട്ട് ജനിക്കുന്നു. ഈ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങൾക്കും മിശ്രമായിട്ടുള്ള, രണ്ടും ചേർന്നുള്ള മിശ്രകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് മനുഷ്യനായിട്ട് ജനിക്കുന്നത്. ഈ ജന്മങ്ങളെ നമുക്ക് ഒരിക്കലും തടയാൻ സാധിക്കുകയില്ല. ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ തിര്യക് യോനി സഹസ്രാണി ഗത്വാ നരകമേവച ഇവ സംപരിവർത്തന്റെ കർമ്മബന്ധ നിബന്ധനാഹ. ആയിരക്കണക്കിന് തിര്യക് യോനികളിൽ ഇങ്ങനെ നമ്മൾ തിരിച്ചോടിച്ചു. ആ തിര്യക് യോനികളുടെ ജന്മം തന്നെയാണ് നരകം എന്നും പറയാവുന്നതാണ്. ഈ ശ്ലോകത്തെ നമുക്ക് അങ്ങനെയും വ്യാഖ്യാനിച്ചെടുക്കാം. മഹാഭാരതത്തിലെ മറ്റ് പലയിടങ്ങളിലും ഇത് സൂചനയുണ്ട്. നമ്മൾ നരകം, സ്വർഗം എന്നിങ്ങനെ രണ്ടു തരം ലോകങ്ങളെ കുറിച്ചാണ് പുരാണങ്ങളിൽ സങ്കല്പനം ചെയ്തിട്ടുള്ളതെങ്കിലും സ്വർഗം എന്ന് പറയുന്നത് മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള ജീവികള്, ദേവന്മാര്, അതുപോലെ ദേവന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര്, സാധ്യന്മാര്, സിദ്ധന്മാര്, അപ്സരസുകള് മുതലായിട്ടുള്ള ഊർധ്വലോകങ്ങളിൽ കഴിയുന്ന പുണ്യജനങ്ങൾ എന്നവരെ പൊതുവെ പറയും. പുണ്യജനങ്ങൾ, അതായത് പുണ്യം ചെയ്തിട്ട് കിട്ടുന്ന ദിവ്യ ശരീരമാണ് അവരുടേത്. അപ്പോൾ പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ പുണ്യജനങ്ങളായിട്ട് പുണ്യ ശരീരം നേടിയിട്ട് ജീവിക്കുന്ന അവരുടെ അനുഭവ ലോകത്തെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. അതുപോലെ പാപം ചെയ്തിട്ട് കിട്ടുന്ന തിര്യക് യോനികളിൽ പട്ടിയും പൂച്ചയും പശുവും പുല്ലും പുല്ലട്ടയൊക്കെ ആയിട്ട് ജനിക്കുക. അങ്ങനെയുള്ള ഈ നികൃഷ്ട യോനികളിലുള്ള ജനനം തന്നെയാണ് നരകം എന്ന് സൂചിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ഉപനിഷത്തുകളിലും അതിന്റെ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നരകം എന്ന ലോകം എന്ന എന്താണ്? ഈ പറയുന്ന നാൽക്കാലികളുടെ അല്ലെങ്കിൽ ഈ ജന്തുക്കളുടെ അവരുടെ യാതനകൾ നിറഞ്ഞ അനുഭവ ലോകമാണ് നരകം എന്ന് പറയാം. അതുകൊണ്ട് ഈ തിര്യക്കുകളുടെ ഈ വക നികൃഷ്ട ജീവികളുടെ ശരീരത്തിന് യാതനാ ശരീരം എന്ന് പറയും. നരകത്തിൽ നമുക്ക് കിട്ടുന്നത് യാതനാ ശരീരമാണ് എന്ന് പറയും. അപ്പൊ ഈ പോത്തായിട്ടും ഇരമയായിട്ടും പന്നിയായിട്ടും ഒക്കെ ജനിച്ച് മനുഷ്യര് കശാപ്പ് ചെയ്ത് വെട്ടി നുറുക്കി മാംസം കഴിക്കുന്നുണ്ട്. ആ ജീവികളൊക്കെ തന്നെ പൂർവ്വജന്മത്തിൽ പാപം ചെയ്തിട്ട് ഈ വക യോനികളിൽ, നികൃഷ്ട യോനികളിൽ ജനിച്ച് അവരനുഭവിക്കുന്ന ഈ വേദന, യാതന തന്നെയാണ് നരകം. അപ്പൊ നമ്മളും നരകം അനുഭവിക്കുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാകുന്ന യാതനയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു സൂചന പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നും നമ്മൾ സദാചാരം ചെയ്യുക. സദാം ധർമ്മേണ പ്രത്യേക ക്രിയാം ശിഷ്ടവദാചരേത്. സദാം ധർമ്മേണ, സജ്ജനങ്ങളുടെ ധർമ്മത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ശിഷ്ടവത് ക്രിയാം ആചരേത്. ശിഷ്ടക്രിയകൾ, അതായത് ശ്രേഷ്ഠമായിട്ടുള്ള നല്ല കർമ്മങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. അസംക്ലേശേന ലോകസ്യ വൃത്തിം ലിപ്സേത വൈദ്യുജ. അസംക്ലേശേന ലോകത്തിലുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കാതെ പോകുന്നതിലൂടെ നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ ഉയർച്ചയെ, സുഖജീവിതം, നമുക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലുള്ള ശിഷ്ടാചാരവും ധർമാചരണവും ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് പ്രാജ്ഞോ ധർമ്മേണ രമതേ ധർമ്മം ജൈവ ഓപജീവതി. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകള് ധർമ്മത്തിലാണ് അവർ അഭിരമിക്കുന്നത്. ധർമ്മം ചെയ്തിട്ട് ദുഃഖം നേടുന്നു എന്ന് കാണുന്നവർ തോന്നുമെങ്കിലും അവർക്ക് ആ ധർമാചരണത്തിൽ ദുഃഖമല്ല, അവർ ധർമ്മത്തിൽ അഭിരമിക്കുകയാണ് ചെയ്യുന്നത്. അവർ ധർമ്മരഥന്മാരാണ്. ആ ധർമ്മത്തിൽ അവർ സുഖം കണ്ടെത്തുന്നു. യുധിഷ്ഠിരാദികളും ഹരിശ്ചന്ദ്രനും ശ്രീരാമനും ഒക്കെ തന്നെ ദുഃഖം അനുഭവിച്ചുവെങ്കിലും അവർ ദുഃഖത്തെക്കാൾ ഏറെ അവർ ചെയ്യുന്ന ധർമ്മത്തിൽ അവർക്കുണ്ടായ ഒരു ആത്മപ്രഹർഷം, അത് അവർണ്ണനീയമായ അവാച്യമായ ആനന്ദമായിട്ട് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവര് ദുഃഖാനുഭവങ്ങൾ ഉണ്ടായിട്ടും ആ ധർമ്മത്തെ അവർ കൈവിടാതെ കൊണ്ടു നടന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ധർമാചരണത്തിൽ അവർക്ക് ഒരുതരം കൃതാർത്ഥതയുണ്ട്. ആ കൃതാർത്ഥത എന്ന് പറയുന്നത് സാധാരണ ഒരു ശാരീരികമായിട്ടുള്ള ക്ലേശത്തെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ഈ അവർക്കുണ്ടാകുന്ന ഈ ഒരു
ധർമാചരണങ്ങൾ ഉണ്ടാകുന്ന സുഖം. അതുകൊണ്ട് ആണ് പ്രാജ്ഞോ ധർമ്മേണ രമതേ എന്ന് പറഞ്ഞു. പ്രാജ്ഞന്മാർ ധർമ്മം കൊണ്ട് രമിക്കുന്നു. തസ്മാത് ധർമാത് അവാപ്തേന ധനേന ദ്വിജസത്തമ സജീവ സിഞ്ചതേ മൂലം ഗുണാൻ പശ്യതി തത്രവൈ. അതുകൊണ്ട് ധർമ്മത്തിലൂടെ നേടിയ ധനം കൊണ്ട് നമ്മൾ സുഖം അനുഭവിക്കുക എന്നുള്ള ആശയം. പക്ഷെ ചില ധർമ്മിഷ്ഠന്മാര് ധർമ്മസ്യച്ച ഫലം ലബ്ധ്വാന്ന് തൃപ്തി മഹാദ്വിജ, അതൃപ്യമാണോ നിർവേദം ആവേദേ ജ്ഞാനചക്ഷുഷ. ധർമ്മം ചെയ്തിട്ട് അതിന് ഫലമായിട്ട് സുഖം കിട്ടിക്കഴിഞ്ഞാൽ ആ സുഖത്തിലും അവർ രമിക്കുന്നില്ല. മറിച്ച് അവർ അതിനപ്പുറത്തുള്ള നിർവേദ സുഖമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ നിർവേദം, അതായത് വിരക്തി ഭാവത്തിലേക്കാണ് അവർ പോകുന്നത്. ആ സുഖത്തെയും അവർ ത്യജിക്കുന്നു. ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ദുഃഖത്തെ സ്വീകരിക്കലാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദുഃഖത്തെ സ്വീകരിക്കുക, എന്തെങ്കിലും സുഖത്യാഗം ചെയ്യലാണ് ധർമാചരണം എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെ അവർ ഒരു തരത്തിലും അവർ ഗവനിക്കുന്നില്ല. അങ്ങനെ അത് ആ ധർമ്മം ചെയ്തിട്ട് അതിന്റെ ഫലമായിട്ട് കിട്ടുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന സുഖത്തെയും അവർ സ്വീകരിക്കുന്നില്ല. ആ സുഖത്തോടും അവർക്കുണ്ടാകുന്ന ഭാവം വിരക്തിയാണ്, നിർവേദമാണ്. ആ നിർവേദം കൊണ്ടുണ്ടാകുന്ന സൗഖ്യം, മോക്ഷസുഖം ആണ് അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തിട്ടും സത്യം, ദമം മുതലായിട്ടുള്ള മനോനിയന്ത്രണം ചെയ്തിട്ടും ധർമ്മത്തെ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കൂടാതെ ആചരിച്ചു പോവുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യാവുന്ന ഇന്ദ്രിയ നിഗ്രഹം ആണ് ധർമാചരണത്തിന് മുഖ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന കാര്യം പറയും. അപ്പോൾ ഈ ബ്രാഹ്മണൻ ചോദിക്കും, ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താണ്, ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം പറയുകയാണ് വ്യാധൻ. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് മനസ്സിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. മനസ്സാണ് ഇന്ദ്രിയങ്ങളുടെ രാജാവ്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ 5. അതിൽ നമ്മളെ മോഹിപ്പിക്കുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങൾ ഈ മോഹിച്ച വസ്തുക്കളെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ്. അപ്പോൾ ഈ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളാകുന്ന 10 ഇന്ദ്രിയങ്ങളുടെയും രാജാവ് അല്ലെങ്കിൽ അതിന്റെ യജമാനൻ എന്ന് പറയുന്നത് മനസ്സാണ്. അതുകൊണ്ട് മനസ്സാണ് ആദ്യം പ്രവർത്തിക്കുന്നത്. മനഃപൂർവം പ്രവർത്തതേ തത്പ്രാപ്യ കാമം ഭജതേ ക്രോധം ജദ്വിജസത്തമ. മനസ്സ് ഒരു വസ്തുവിനെ ആഗ്രഹിക്കുന്ന വസ്തു നേടാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുന്നു, അത് അല്ലെങ്കിൽ മനസ്സ് ഒരു വസ്തുവിലേക്ക് കാമം ഉണ്ടാകുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ ആ കാമ വസ്തുക്കളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ആ കാമിച്ച വസ്തു നേടാതെ വരുന്ന സമയത്ത് മനസ്സാണ് ക്രോധം ഉണ്ടാക്കുന്നത്. കാമം ഉണ്ടാകുമ്പോഴും ക്രോധം ഉണ്ടാകുമ്പോഴും മനസ്സ് കർമ്മേന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ചിട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. അപ്പോ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം, 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങളും അവയുടെ അവ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിലേക്കുള്ള ആ ഇന്ദ്രിയങ്ങളെ വിക്ഷേപം കൊണ്ട് ആ പഞ്ചഭൂതങ്ങളിൽ ഉണ്ടാകുന്ന ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, 5 തരത്തിലുള്ള ഈ ഗുണങ്ങളെയാണ് ഈ 5 ഇന്ദ്രിയങ്ങളും അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. രാഗം, ദ്വേഷം, ലോഭം, മോഹം മുതലായ എല്ലാ വികാരങ്ങളും ഉണ്ടാകുന്നത് ഈ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളോടുള്ള ആസക്തി കൊണ്ടാണ്. തതോ ലോഭാഭിഭൂതസ്യ രാഗദ്വേഷഹതസ്യ ച എന്ന ധർമ്മേ ജായതേ ബുദ്ധിർ വ്യാജാത് ധർമ്മം കരോതിച്ച. അങ്ങനെ ഈ ഇഷ്ടവസ്തുക്കളിൽ നമുക്ക് ലോഭം കൊണ്ടും രാഗദ്വേഷാദികളെ കൊണ്ടും നമ്മുടെ ബുദ്ധി ധർമ്മത്തിൽ പ്രവർത്തിക്കാതെ ആവുകയും നമ്മൾ വ്യാജധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യും. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു അപൂർവമായിട്ടൊരു കാര്യമാണ്. വ്യാജാധർമ്മം കരോതിച്ച എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പരിശ്രമം ചെയ്യുന്നുവോ ആ പരിശ്രമത്തെ നമ്മൾ ധർമ്മമാണെന്ന് നമ്മളെന്നെ വ്യാഖ്യാനിക്കും. ഞാൻ വിശക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എനിക്ക് തിന്നാനുള്ള വസ്തുവായതുകൊണ്ടാണ് ഞാൻ അത് കഴിച്ചത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട സ്വത്തായത് കൊണ്ടാണ് ഞാൻ അയാളുമായിട്ട് കലഹിച്ചത്. ഒരു കൊലപാതകം ചെയ്താൽ പോലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പാപകൃത്യങ്ങൾ, പരദ്രോഹം ചെയ്താലും നമ്മൾ അതിന് ന്യായീകരണം കണ്ടെത്തുമ്പോൾ എന്തായിരിക്കും, നമ്മൾ വളരെ ധർമ്മിഷ്ഠനായിരിക്കും. ആ പീഡ അനുഭവിച്ച ആളായിരിക്കും നമ്മുടെ മനസ്സ്, നമ്മൾ പറയുന്നത് നമ്മളുടെ വ്യാഖ്യാന പ്രകാരം വില്ലൻ അല്ലെങ്കിൽ അധർമ്മി.
അങ്ങനെ നമ്മൾ വ്യാജമായിട്ട് ധർമ്മം ചെയ്യുകയും ധർമ്മത്തെ നമ്മുടെ ബുദ്ധി ഉപേക്ഷിക്കുകയും ചെയ്യും. വ്യാജേന ചരതേ ധർമ്മം അർത്ഥം വ്യാജേന രോചത്തെ വ്യാജേന സിദ്ധ്യമാനേഷു ധനേഷു ദ്വിജസത്തമാം തത്രൈവ രമതേ ബുദ്ധി തത പാപം ചികീർഷതി. വ്യാജമായിട്ട് ധർമ്മം ചെയ്യുക, വ്യാജമായിട്ട് അർത്ഥത്തെ നമ്മൾ ആഗ്രഹിക്കുക, അർത്ഥത്തെ നമ്മൾ നേടുക. അങ്ങനെ വ്യാജത്തിലൂടെ ധർമാർത്ഥങ്ങൾ നമ്മൾ നേടുന്നതിലൂടെ മെല്ലെ മെല്ലെ നമ്മുടെ കർമ്മങ്ങളൊക്കെ തന്നെ പാപമയമായിട്ട് തീരുന്നു. പാപബുദ്ധി വരികയും പാപത്തെ നമ്മൾ സ്വീകരിക്കുകയും പാപം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ശ്രുതി പ്രമാണങ്ങളെ സ്വീകരിക്കും. വേദങ്ങളെയൊക്കെ നമ്മൾ ശാസ്ത്ര പ്രമാണമൊക്കെ ആ സമയത്താണ് ഉദ്ധരിക്കുക. വിശ്വാമിത്രൻ ഈ മോഷ്ടിച്ചതും ശ്രീകൃഷ്ണ ഭഗവാൻ വെണ്ണ കെട്ടതും അമ്മാവനെ കൊന്നതും ഇങ്ങനെയുള്ള പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിൽ നിന്നും നമ്മൾ പലതും ഉദ്ധരിക്കും, വേദങ്ങളെയും ഉദ്ധരിക്കും. അങ്ങനെ ശാസ്ത്രത്തെ ഉദ്ധരിച്ചു, ശാസ്ത്രങ്ങളെയും തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും ന്യായീകരിക്കുകയും ചെയ്യും. ഇത് ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളുടെ നിയന്താവുമായിട്ടുള്ള മനസ്സും ചേർന്നിട്ടാണ് ഇത്തരം പാപബുദ്ധി നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രാഹ്മണൻ ചോദിച്ചു, ബ്രാഹ്മണൻ ഇത് കേട്ട സമയത്ത് ഈ വ്യാധനോട് വളരെ ആദരവോടുകൂടി അങ്ങ് ഇത്രയും കാര്യങ്ങൾ അറിയുന്ന അങ്ങ് ഒരു ഋഷിപ്രഭാവനാണ്, അല്ലെങ്കിൽ അങ്ങക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. തുടർന്ന് വ്യാധൻ പറയുന്നു, ബ്രാഹ്മണരെയൊക്കെ നമസ്കരിച്ചുകൊണ്ട്, ജ്ഞാനികളായ ബ്രാഹ്മണരെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ അങ്ങക്ക് ബ്രാഹ്മീ വിദ്യ അങ്ങക്ക് ഞാൻ പറഞ്ഞു തരാം. ബ്രാഹ്മീ വിദ്യ എന്ന് വെച്ചാൽ വൈദികമായ ജ്ഞാനം എന്ന് തന്നെയാണ് അർത്ഥം എടുക്കേണ്ടത്. ആ ബ്രാഹ്മീ വിദ്യയുടെ ഭാഗമായിട്ട് ഈ ഇന്ദ്രിയങ്ങള് ഒക്കെ തന്നെ മോഹിക്കുന്നതായ ഈ ദൃശ്യപ്രപഞ്ചം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന കാര്യം പറയുന്നു. ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ 24 തത്വങ്ങളെ കുറിച്ച് അദ്ദേഹം ഇവിടെ വർണ്ണിക്കുന്നു. നേരത്തെ പറഞ്ഞ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അതിൽ സ്പർശം എന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത് ആകാശം എന്ന് പറയുന്ന മഹാഭൂതത്തിന്റെ തന്മാത്രയാണ് അല്ലെങ്കിൽ ഗുണമാണ്. സ്പർശം എന്ന് പറയുന്നത് വായു എന്ന് പറയുന്ന മഹാഭൂതത്തിന്റെ തന്മാത്രയാണ് അല്ലെങ്കിൽ ഗുണമാണ്. രൂപം എന്ന് പറയുന്ന അഗ്നിയുടെ ഗുണമാണ്. രസം എന്ന് പറയുന്നത് ജലത്തിന്റെ ഗുണമാണ്. ഗന്ധം എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുണമാണ്. അപ്പൊ ഈ പ്രപഞ്ചം ആകെ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടും ആ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളായിട്ടുള്ള പഞ്ചതന്മാത്രകളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അപ്പൊ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകള്, പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, അപ്പൊ പിന്നെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അഹങ്കാരത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ചെയ്യുന്നു, ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ ഇതിന്റെ കർത്താവാണ്, ഇതിന്റെ ഭോക്താവാണ് എന്നുള്ള ആ ബോധമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ചിത്തം എന്ന് പറയുന്നത് വാസനകളെ, നമ്മുടെ കർമ്മവാസനകൾ അടിഞ്ഞുകൂടുന്ന മനസ്സിന്റെ തന്നെ ഒരു അന്ധകരണത്തിന്റെ ഒരു ഭാഗമാണ് ചിത്തം എന്ന് പറയുന്നത്. മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പ വികല്പങ്ങൾ. ഒരു വസ്തുവിനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരു വസ്തുവിനെ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ അത് ഇന്നതാണോ, ഇന്നതല്ലേ, അതിന്റെ സ്വഭാവം ഇതല്ലേ, അതല്ലേ, അതിനോട് താൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെ പ്രതികരിച്ചുകൂടാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്വഭാവമാണ് മനസ്സിൻ്റെത്. മനസ്സുണ്ടാക്കുന്ന ഈ ചോദ്യങ്ങളുടെ സങ്കല്പ വികല്പങ്ങളുടെ നിർണയം അല്ലെങ്കിൽ നിശ്ചയം ചെയ്യുന്നത് ബുദ്ധിയാണ്. നിശ്ചയാത്മിക ബുദ്ധി, മനഃ സങ്കല്പ വികല്പാത്മകം എന്നൊക്കെയാണ് ഇതിന്റെ നിർവചനങ്ങൾ. ചിത്തം എന്ന് പറയുന്നത് വാസനകളുടെ ഒരു കേന്ദ്രം. അഹങ്കാരം എന്ന് പറയുന്നത് എല്ലാ കർമ്മങ്ങളുടെയും കർത്താവ് ഞാനാണ്, അതിന്റെ ഭോക്താവ് ഞാനാണ് എന്നുള്ള അഭിമാനമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഈ 4 ധർമ്മങ്ങളും ചേർന്നതാണ് അന്ധക്കരണം. അതുകൊണ്ട് അന്ധക്കരണങ്ങളെ 4 തരത്തിലായിട്ട് കാണുന്നു: മനോബുദ്ധി, അഹങ്കാര, ചിത്തങ്ങൾ. ഇതൊക്കെ ചേർന്ന 24 തത്വങ്ങൾ ചേർന്നതാണ് ഈ പ്രകൃതി. ചതുർവിംശക ഇത്യേഷ വ്യക്താവ്യക്തമയോ ഗുണ. ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം. അപ്പൊ അങ്ങനെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു ഈ മഹാഭൂതങ്ങൾ എങ്ങനെയാണ്, ഓരോന്നിന്റെയും ഗുണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അതിൽ ഗുണം അടങ്ങിയിരിക്കുന്നത്. അപ്പൊ വ്യാധൻ പറയുകയാണ്, ഇതൊക്കെ നമ്മൾ സാഖ്യദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഭൂമിരാപസ് തഥാ
ജ്യോതിർവായുരാകാശമേവ ച ഗുണോത്തരാണി സർവാണി തേഷാം വക്ഷ്യാമി തേ ഗുണാൻ. ഞാൻ ഓരോന്നിനെയും പറയാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഓരോന്നിന്റെയും ഗുണങ്ങളില് അതിന്റെ ഗുണങ്ങളുടെ ഓരോന്നിന്റെ അടങ്ങിയിരിക്കുന്ന ഗുണത്തിന്റെ മാത്രയിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാല് ഭൂമി പഞ്ചഗുണാഹ ബ്രഹ്മ ഉദകം ച ചോർഗുണം. ഭൂമിക്ക് 5 ഗുണങ്ങളും ജലത്തിന് 4 ഗുണങ്ങളും അഗ്നിക്ക് 3 ഗുണങ്ങളും ആകാശത്തിന് വായുവിന് 2 ഗുണങ്ങളും ആകാശത്തിന് 1 ഗുണവും. അതെങ്ങനെയാണ് ഗുണത്തിന് എണ്ണം എന്ന് വെച്ചാൽ ഭൂമി എന്ന് പറയുന്ന ഏറ്റവും സ്ഥൂലമായിട്ടുള്ളത് ഭൂമിയാണ്. നമ്മൾ ഈ സയൻസിലാണെങ്കിൽ നമ്മൾ സോളിഡ് എന്ന് പറയും, ഖരവസ്തുക്കൾ. ഈ സോളിഡ് ആയിട്ടുള്ള ഈ വസ്തുവായിരിക്കുന്ന ഭൂമിക്ക് അതിൻ്റെതായ ഗുണം ഗന്ധമാണെങ്കിലും ഗന്ധത്തോടൊപ്പം തന്നെ ഗൗണമായിട്ട് ഈ ഭൂമിയിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഈ 4 ഗുണങ്ങളും ഭൂമിയിൽ അന്തർലീനമായിട്ടുണ്ട്, ഗൗണമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെ ചെറിയ അളവിൽ ഭൂമിയിൽ അടങ്ങിയിട്ടുണ്ട് ആ തന്മാത്രകൾ. അതുപോലെ അതിനകത്ത് ഈ ജലവും അഗ്നിയും ആകാശവും വായുവും ഭൂമിയിൽ തന്നെയുണ്ട്. ഭൂമി എന്ന് പറയുന്നത് സോളിഡ് ആണ്. സോളിഡ് എന്ന് വെച്ചാൽ നമുക്ക് സയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറ്റം എടുത്ത് നോക്കിയാൽ അറ്റത്ത് ഏറ്റവും കൂടുതൽ ഭാഗം ശൂന്യം ആകാശമാണ്. അതിൽ കണങ്ങളുണ്ട്, സബാറ്റോമിക കണങ്ങളുണ്ടെങ്കിലും സബാറ്റോമിക കണങ്ങൾക്കിടയിലുള്ള അന്തരം എന്ന് പറയുന്നത് വളരെ ഭീമമായ അന്തരമാണ്. അപ്പോൾ അവിടെ ആകാശമുണ്ട്. അതിനകത്ത് വായു എന്ന് പറയുന്ന ഇലക്ട്രിക് എനർജി, ഇലക്ട്രിക് ആയിട്ടുള്ള മൂവ്മെന്റ്, ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ്, അതാണ് വായു എന്ന് പറയുന്നത്. അതൊരു നിരീക്ഷണമാണ് കേട്ടോ. ഞാൻ എൻ്റെതായ ഒരു നിരീക്ഷണമാണ്. ചില ആളുകൾ അഭിപ്രായപ്പെടുന്നതുകൊണ്ട് അത് പറഞ്ഞു തന്നേ ഉള്ളൂ. അഗ്നി എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ, ഒരു അണുവിന്റെ, ഒരു ആറ്റത്തിന്റെ, ഒരു വസ്തുവിന്റെ രാസാവസ്ഥയാണ്, കെമിക്കൽ സ്റ്റേറ്റ് ആണ്. അതായത് അത് മറ്റൊരു വസ്തുവായിട്ട് കൂടി ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ഇലക്ട്രോണുകളുടെയൊക്കെ തന്നെ കൈമാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു അയോണിക് അവസ്ഥ ആണ് അഗ്നി എന്ന് പറയുന്നത്. അതുപോലെ ജലം എന്ന് പറയുന്നത് എന്താണ്, പൂർണ്ണമായിട്ടും നമുക്ക് കണ്ണുകൊണ്ട് നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ദ്രവാവസ്ഥ, ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ അതില് സത്യം പറഞ്ഞാൽ ചലനമുള്ള തന്മാത്രകൾ, മോളിക്യൂൾസ്, മൂവബിൾ മോളിക്യൂൾസ് ഉള്ള വസ്തുക്കളെയാണ് ജലം എന്ന്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ വായു ഉണ്ട്. ഈ ശരിക്കും ഈ വായു പോലും ജലത്തിലാണ് പെടുന്നത്. വായുവും ജലമൊക്കെ ജലം എന്ന് പറയുന്ന ആ ജലതത്വത്തിലാണ് പെടുത്തേണ്ടത്. കാരണം അവയ്ക്ക് ചലനമുള്ള കണങ്ങളാണ് ജലം എന്ന് പറയുന്നത്. ചലനമില്ലാത്ത, സ്വയമേവ ചലിക്കാത്ത കണങ്ങളുള്ള ഒരു ഭൂതമാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമിക്കകത്ത് ഈ പറഞ്ഞ ആകാശം എന്ന ശൂന്യസ്ഥലവും വായു എന്ന് പറയുന്ന ഈ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള അവസ്ഥകളും ഒക്കെയുണ്ട്. അതുപോലെ പിന്നെ ചലിക്കുന്ന ചില കണങ്ങളൊക്കെ അതിനകത്തുണ്ട്, സബാറ്റോമിക കണങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതിന് ജലാവസ്ഥയും ഉണ്ട്. അതുപോലെ അതിന് ഗന്ധം, അതായത് അതിന്റെ ഈ ഉറച്ചിരിക്കുന്ന അവസ്ഥയും ഉണ്ട്. അങ്ങനെ 5 ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഭൂമി. അതേസമയത്ത് ജലം എന്ന് പറയുന്ന മഹാഭൂതത്തിന് ഗന്ധം എന്ന് പറയുന്ന ശബ്ദസ്പർശശ്ച രൂപം ച രസശ്ചാപി ദുര്യോത്തമ. ജലത്തിന് ശബ്ദം, സ്പർശം, രൂപം, രസം, ഈ 4 ഗുണങ്ങളാണുള്ളത്. ഗന്ധമില്ല. രസമാണ് അതിന് പ്രധാനമായിട്ടുണ്ടാവുക. മറ്റ് 3 ശബ്ദസ്പർശ രൂപങ്ങള് ഗൗണമായിട്ട് ജലത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അഗ്നിക്ക് 3 ഗുണങ്ങളാണുള്ളത്. അഗ്നിക്ക് ശബ്ദം, സ്പർശം, രൂപം. രൂപമാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഗുണം. ശബ്ദവും സ്പർശവും ഗൗണമായിട്ട് അഗ്നിയിൽ അടങ്ങിയിരിക്കുന്നു. വായുവില് 2 ഗുണങ്ങളുള്ളത്. ശബ്ദവും സ്പർശവുമാണ് അതിനുള്ളത്. സ്പർശമാണ് അതിന്റെ മുഖ്യമായ ഗുണം. ശബ്ദം അതിൽ ഗൗണമായിട്ട് അടങ്ങിയിരിക്കുന്നു. ആകാശം എടുക്കുമ്പോഴേക്കും ആകാശത്തിന് 1 ഗുണം മാത്രമേ ഉള്ളൂ. ശബ്ദം എന്ന ഒറ്റ ഗുണം മാത്രമേ ആകാശത്തിനുള്ളൂ. ആകാശത്തിനകത്ത് ഈ പറഞ്ഞ ഭൂമിയും ജലവും അഗ്നിയും വായുവും ഇല്ല. ഭൂമിക്കകത്ത് മറ്റ് 4 പഞ്ചഭൂതങ്ങളും ഭൂമിയിൽ അടങ്ങിയിട്ടുണ്ട്, ഗൗണമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ജലത്തില് ഭൂമിയില്ല. ജലത്തിൽ പക്ഷെ അഗ്നിയും വായുവും ആകാശവും അടങ്ങിയിട്ടുണ്ട്. അഗ്നിയിൽ ജലവും
ഭൂമിയും ഇല്ല, പക്ഷെ അതിൽ ആകാശവും വായുവും അടങ്ങിയിട്ടുണ്ട്. വായുവില് അടങ്ങിയിരിക്കുന്നത് ആകെ വായു, മുഖ്യമായിട്ട് വായുവിന്റെ ആ അംശവും ഗൗണമായിട്ട് അതിൽ ആകാശത്തിന്റെ അംശവും ഉണ്ട്. ആകാശം എന്ന് പറയുന്നത് ശുദ്ധമാണ്. ആകാശത്ത് ആകാശമല്ലാതെ മറ്റൊരു ഭൂതവും ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മുടെ പഞ്ചമഹാഭൂതങ്ങളുടെ ഒരു എന്താണ് പറയാ അതിന്റെ അനുപാതം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളുടെ അനുപാതം എങ്ങനെയാണ് ഇങ്ങനെ അവൻ കാരണം ഈ പഞ്ചഭൂതങ്ങള് പ്രപഞ്ചത്തിൽ നിലനിൽക്കണമെങ്കിൽ മിളിതമായിട്ട് നിലനിൽക്കുകയല്ല, കൂടിക്കലർന്ന് വ്യാമിശ്രമായിട്ട് മിശ്രിതമായിട്ട് നിലനിൽക്കുകയല്ല. ഭാഗവതത്തിൽ അതിന് സന്നിപാതം, വേദാന്തികൾ അതിനെ മിളിതമായിരിക്കുന്ന അവസ്ഥ, മേളനം ചെയ്തിരിക്കുന്ന അവസ്ഥ, കൂടിക്കലർന്നിരിക്കുന്ന അവസ്ഥ. കൂടിക്കലർന്നിട്ടല്ലാതെ ഈ പറഞ്ഞ മറ്റ് ശുദ്ധമായ അവസ്ഥ വായുവിനല്ലാതെ ആകാശത്തിനല്ലാതെ മറ്റ് മഹാഭൂതങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ഇങ്ങനെ ഈ പഞ്ചമഹാഭൂതങ്ങളുടെ പല അനുപാതത്തിലുള്ള ചേർച്ച കൊണ്ടാണ് ഈ പ്രപഞ്ചം വൈവിധ്യമാർന്നിരിക്കുന്നത്. വൈവിധ്യമായ ഈ ദൃശ്യപ്രപഞ്ചത്തിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അഭിരമിക്കുന്നത്. ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ അഭിരമിക്കുന്നതും അങ്ങനെ ഉണ്ടാകുന്ന ഈ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാകുന്നു. ആ കർമ്മങ്ങൾ പലപ്പോഴും ലോഭാഭിഭൂതമാകുന്ന സമയത്ത്, ലോഭം നിറഞ്ഞതാകുന്ന സമയത്ത് ഉണ്ടാകുന്നു നമ്മൾ പാപം ചെയ്യുന്നു. അതിനെ നമ്മൾ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിയന്ത്രിതമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ധാർമ്മികമായ കർമ്മങ്ങളാകും, പുണ്യകർമ്മങ്ങളായി തീരും. ഇങ്ങനെ ഇതിനെ വിവേചനം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ദ്രിയധാരണം. യേശ യോഗവിധി കൃത്സ്നോ യാവത് ഇന്ദ്രിയധാരണം ഏതന്മൂലം തപസ കൃത്സ്നസ്യ നരകസ്യത. ഈ ഇന്ദ്രിയങ്ങളുടെ ധാരണം കൊണ്ടാണ്, അതാണ് തപസ് എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് തപസ്. തപസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ പാപങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം വിട്ടുള്ള പെരുമാറ്റമാണെന്ത്? അതാണ് നരകത്തിലേക്കുള്ള പ്രയാണം, അതാണ് പാപകർമ്മങ്ങൾ. അങ്ങനെ കൃത്യമായിട്ട് ഈ ലോകത്തെ മുഴുവനും കൃത്യമായിട്ടൊരു വിവേചനം ചെയ്തിട്ടാണ് പാപപുണ്യങ്ങളെക്കുറിച്ച്, ധർമാധർമ്മങ്ങളെക്കുറിച്ച് ധർമ്മവ്യാധന ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, അതിനെക്കുറിച്ച് ചോദിച്ചു. രാമൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സത്വരജസമോ ഗുണങ്ങൾ. ഈ സത്വരജസമോ ഗുണങ്ങളും ഇതുപോലെ മിളിതമായിട്ടാണ് ഉണ്ടാവുക. ശുദ്ധമായ സത്വഗുണം, ശുദ്ധമായ രജോ ഗുണം, ശുദ്ധമായ തമോ ഗുണം എന്നിവ നമുക്ക് പ്രകൃതിയിൽ കാണാൻ കിട്ടുകയില്ല. അതും ഗുണസന്നിപാതം, ഗുണങ്ങളുടെ സന്നിപാതം അല്ലെങ്കിൽ ഗുണങ്ങളുടെ ഈ മിശ്രണം മാത്രമേ പ്രകൃതിയിൽ കാണുകയുള്ളൂ. എങ്കിലും ഈ 3 ഗുണങ്ങൾക്കും എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? അതായത് നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വഭാവ വൈചിത്ര്യം എന്താണ് ഗുണങ്ങൾ എന്ന് ഇവിടെ വിശദീകരിക്കുന്ന. അങ്ങനെ മാത്രമേ നമുക്ക് ഗുണങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ തമോ ഗുണം എന്ന് പറയുന്നത് മോഹാത്മകം തമസ്തേഷം രജ ഏഷം പ്രവർത്തകം പ്രകാശബഹുളത്വാച്ച സത്വം ജ്യായ ഇഹോച്യത്തെ. തമോ ഗുണം മോഹാത്മകമാണ്, അവിവേകം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ രജോ ഗുണം എന്ന് പറയുന്നത് പ്രവർത്തകം, അത് ക്രിയാപരമാണ്, കർമ്മങ്ങളിലുണ്ട ഉത്സാഹമാണ് അതിന്റെ പ്രാഥമികമായിട്ട് ലക്ഷണം. അതുപോലെ സത്വഗുണം എന്ന് പറയുന്നത് പ്രകാശബഹുളത്വമാണ്, പ്രകാശമാണ് സത്വത്തിന്റെ ഗുണം. പ്രകാശം എന്ന് പറയുന്നത് ഇവിടെ ജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകം കൂടിയാണ്. അപ്പൊ ജ്ഞാനമാണ്, ജ്ഞാനപ്രകാശം ആണ് സത്വഗുണത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് സത്വഗുണം മറ്റു രണ്ടിനെയും അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് എന്ന് കരുതപ്പെടുന്നു. ഇനി ഓരോ ഗുണത്തിന്റെയും സ്വഭാവം എന്താണെന്ന് ഓരോന്നിടത്ത് വിശദീകരിക്കുന്നു. അവിദ്യാബഹുളോ മൂഢ സ്വപ്നശീലോ വിചേതന ദുർഹൃഷീക സ്തമോ സക്രോധ താമസ ഓലസ. തമോ ഗുണിയുടെ സ്വഭാവം എന്താണ്? അവിദ്യ, മൂഢത്വം, സ്വപ്നശീലനായിരിക്കും, സ്വപ്നം കണ്ടിരിക്കുക, വിചേതന ജഡത്വം, ദുർഹൃഷീക ദുഷിച്ച ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, അതുപോലെ സക്രോധ ക്രോധത്തോടു കൂടിയവനായിരിക്കുക, അലസനായിരിക്കുക. അപ്പോ നിദ്ര, തന്ത്ര, ആലസ്യം, മറവി, ഇതൊക്കെയാണ് തമോ ഗുണത്തിന്റെ പൊതുവെയുള്ള സ്വഭാവം എന്ന് പൊതുവെ അല്ല നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി വിശദമായിട്ടുള്ള ചില ഗുണങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്. രജോ ഗുണം എന്ന് പറയുന്നത് പ്രവൃത്തവാക്യോ മന്ത്രീച യോ നരാഗ്രോ അനസൂയക വിദിത്സമാനോ വിപ്രർഷേ സ്തബ്ധോ മാനി സരാജസ.
പ്രവൃത്തവാക്യോ മന്ത്രി രജോ ഗുണം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാനുള്ള പ്രേരണ നിരന്തരമായിട്ടുണ്ടായിരിക്കും. അഭിമാനം കൂടുതലായിരിക്കും. കഠോരമായ സ്വഭാവവും അഭിമാനവും ഉണ്ടായിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ മേലെ നിയന്ത്രണം ആഗ്രഹിക്കുക, മറ്റുള്ളവരുടെ മേലെ പക്ഷെ മറ്റുള്ളവരോട് ദോഷം അധികം കാണുകയില്ല, മറ്റുള്ളവരെ നിന്ദിക്കാൻ ശ്രമിക്കുകയില്ല, അനസൂയക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രവൃത്തി മൂലകമായിരിക്കും, ക്രിയാബുദ്ധി കർമ്മബുദ്ധി ആയിരിക്കും രജോ ഗുണികൾക്ക് കൂടുതൽ ഉണ്ടാവുക എന്നും പറഞ്ഞു. അഭിമാനം അഹങ്കാരവും അഭിമാനവും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കർമ്മം ചെയ്തിട്ടുണ്ടാകുന്ന സുഖം ദുഃഖം എന്നിവയിൽ ഇങ്ങനെ രാഗദ്വേഷങ്ങളെ കൊണ്ട് ഏറ്റവും വിഷമിക്കുന്ന ആളുമായിരിക്കും രജോ ഗുണി. സത്വഗുണി എന്ന് പറയുന്നത് പ്രകാശ ബഹുളോ ധീരോ നിർവിദിത്സോ അനസൂയക അക്രോധനോ നരോ ധീമാൻ ദാന്തശ്ചേവ സസാസ്ഥിതം. പ്രകാശബഹുളനായിരിക്കും. ജ്ഞാനത്തിന്റെ ബാഹുല്യം സത്വഗുണിയിലുണ്ടായിരിക്കും. അതേസമയത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം കുറവായിരിക്കും. ഉത്സാഹം തീരെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഉത്സാഹശൂന്യത. പിന്നെ എന്താണ്, മറ്റുള്ളവരുടെ ദോഷം കാണുന്ന സ്വഭാവം ഉണ്ടാവില്ല, ക്രോധം വരികയില്ല, ബുദ്ധിശാലിയായിരിക്കും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിരിക്കും, സാത്വിക ഗുണമുള്ളവൻ. ഇങ്ങനെ 3 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ഗുണങ്ങളിൽ സത്വഗുണ ആധിക്യമുള്ളവനെ ബ്രാഹ്മണൻ എന്ന് പറയും. ശൂദ്രയോനോ ഹി ജാതസ്യ സദ്ഗുണാനുപതിഷ്ഠത വൈശ്യത്വം ലഭത്തെ ബ്രഹ്മൻ ക്ഷത്രിയത്വം തഥൈവ ച ആർജവേ വർത്തമാനസ്യ ബ്രാഹ്മണ്യമഭിജായതേ. ചാതുർവർണ്ണത്തെ കുറിച്ചുള്ള വലിയ തെറ്റിദ്ധാരണ നീക്കുന്ന ഒരു ശ്ലോകമാണ്. എന്ന് വെച്ചാൽ ഒരു ജന്മം കൊണ്ട് ശൂദ്രകുലത്തിൽ ഒരു ശൂദ്രന്റെ മകനായിട്ട് ജനിച്ചാൽ പോലും ഒരു വ്യക്തി സദ്ഗുണങ്ങളെ വർദ്ധിപ്പിച്ചു വരികയാണെങ്കിൽ അയാൾ ആ ശൂദ്രത്വത്തിൽ നിന്ന് ഉയർന്ന് വൈശ്യത്വം പ്രാപിക്കും. വൈശ്യത്വത്തിൽ നിന്ന് വീണ്ടും ഉയർന്ന് അയാൾക്ക് ക്ഷത്രിയത്വം ലഭിക്കും. വീണ്ടും അദ്ദേഹം കുറെ കൂടി ആർജവം, ഋജുവായ ചിന്തയും ഋജുവായ കർമ്മവും ഋജുവായ ബുദ്ധിയും ഉണ്ടാവുകയാണെങ്കിൽ അയാൾ ബ്രാഹ്മണ്യം പ്രാപിക്കും, ബ്രാഹ്മണനായിട്ടും മാറും. അപ്പൊ ജന്മം കൊണ്ടല്ല ഈ ശൂദ്രത്വവും ബ്രാഹ്മണ്യവും വൈശ്യത്വവും ക്ഷത്രിയത്വവും നേടുന്നത് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. ഗുണങ്ങളുടെ നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളുടെ ഗുണകർമ്മ വിഭാഗശ, ഗുണവും കർമ്മവും ആണ് നമ്മുടെ വർണ്ണത്തെ തീരുമാനിക്കുന്ന ഘടകം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ബ്രാഹ്മണൻ ഒരു ചോദ്യം ചോദിച്ചു. ബ്രാഹ്മണൻ ചോദിക്കുന്നത് പിന്നീട് ഈ പഞ്ചഭൂതാത്മകമായ പ്രത്യേകിച്ച് പൃഥ്വി തത്വത്തിന്റെ ആധിക്യമുള്ള ഈ ശരീരത്തിൽ എങ്ങനെയാണ് അഗ്നിയുടെ പ്രവർത്തനം ഉണ്ടാകുന്നത്, അഗ്നി എങ്ങനെയാണ് ഈ ശരീരത്തിനകത്ത് കുടികൊള്ളുന്നത് എന്ന് ചോദിച്ചു. കഥം, ശാരീരികമായ അഗ്നി, ഇതിനകത്ത് അഗ്നി കുടികൊള്ളുന്നു എന്ന് പറയാം. അഗ്നി കുടികൊള്ളണമല്ലോ, പൃഥ്വിക്കകത്ത് അഗ്നി ഉണ്ടല്ലോ. അപ്പൊ അഗ്നി എന്താണ്, എങ്ങനെയാണ് അഗ്നി ഇവിടെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഗ്നി ഉണ്ടാകുന്നത് പ്രാണന്റെ പ്രവർത്തനം കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ, ഇപ്പോ നേരത്തെ പറഞ്ഞു മറ്റൊരു വായുവിന്റെ സ്വരൂപമല്ല പ്രാണനുള്ളത് എങ്കിലും പ്രാണൻ കുറെ കൂടി സൂക്ഷ്മമായിട്ടുള്ളതാണ്. ആ പ്രാണന്റെ ചലനം കൊണ്ടാണ് അഗ്നി ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് ശരീരത്തിൽ അഗ്നി എന്ന് പറയുന്നത് ജഠരാഗ്നിയാണ് പ്രധാനമായിട്ടും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന അഗ്നി ജഠരാഗ്നി, ദഹന രസങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കാരണം, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മുടെ ശരീരമാകെ എത്തിക്കുന്നതും ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്കും നാഡികളിലൂടെ എത്തിക്കുന്നത് ഈ പ്രാണന്റെ പ്രവർത്തനമാണ്. പ്രാണൻ പ്രധാനമായിട്ട് 5 എണ്ണമാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെയുണ്ട്. അവയ്ക്ക് ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. പ്രാണൻ എന്ന് പറയുന്നത് പ്രാണന്റെ ശരീരമാകെ വ്യാപിച്ചു നിൽക്കുന്നതാണ്. അതിന്റെ പൃഷ്ഠഭാഗത്തായിട്ട് ആണ് സമാനൻ എന്ന പ്രാണൻ നിലകൊള്ളുന്നത്. അതുപോലെ അപാനൻ, വസ്തിമൂലം ഗുദം ചെയ്വ പാവകം സമുപാശ്രിത പഹൻ മൂത്രം പുരീഷം വാപ്യ അപാന പരിവർത്തതേ. അപാനൻ എന്ന് പറയുന്ന പ്രാണനാണ് നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുന്ന, അതായത് നമ്മുടെ ഈ വൻകുടൽ, ചെറുകുടൽ മുതലായിട്ട് ഭാഗത്തും ഗുദം മുതലായിട്ടുള്ള നമ്മുടെ മലാശയം, മൂത്രാശയം മുതലായ ഈ അവയവങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപാനനാണ്.
ഇപ്പോൾ നമ്മുടെ വിസർജ്യം അതുപോലെ ദഹനത്തിന്റെ കുറെ കാര്യങ്ങളും വിസർജനം ഒക്കെ ചെയ്യുന്നതിനൊക്കെ പ്രവർത്തിക്കുന്നത് അപാനൻ എന്ന പ്രാണനാണ്. അത് താഴോട്ട് പ്രവർത്തിക്കുന്ന വായു ഒരു വായുവായിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരബലം പ്രയത്നേ കർമ്മണി ബലേ ഏഷ തൃഷു വർത്തതെ. പ്രയത്നങ്ങള് കർമ്മങ്ങള് നമ്മുടെ ശരീരബലം ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ഉദാനൻ എന്ന് പറയുന്ന പ്രാണനാണ് എന്ന് പറഞ്ഞു. വ്യാനൻ എന്ന് പറയുന്ന പ്രാണൻ സന്ധവും സന്നിവിഷ്ട സർവേശ്വരി തഥാനില. വായുസ്വരൂപമായിട്ട് നമ്മുടെ ശരീരത്തിലെ സന്ധികളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രാണൻ വ്യാനനാണ്. ഇങ്ങനെ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ഈ 5 പ്രാണങ്ങളും മുകളിലോട്ടും താഴോട്ടുമായിട്ടുള്ള അവയുടെ പല പല പ്രവർത്തനങ്ങളുണ്ട്. മുകളിലോട്ട് പോകുന്ന പ്രാണൻ പിന്നെ തിരിച്ച് താഴോട്ട് വരുന്ന പ്രാണൻ അടിയിൽ വന്ന് ബുധദ്വാരത്തിൽ അടിച്ചിട്ട് പൊങ്ങുന്നു എന്നാണ്. അടിച്ചിട്ട് പൊങ്ങുന്ന സമയത്ത് മുകളിൽ നിന്ന് വരുന്ന പ്രാണനുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് അവിടെ ഒരു അഗ്നി സഞ്ജാതമാകുന്നത്. ജഠരാഗ്നി സഞ്ജാതമാകും. ആ ജഠരാഗ്നിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുകയും ഈ പ്രാണൻ ശരീരമാകെ വ്യാപിക്കുന്നതിലൂടെ നാഡികളിലൂടെയും മറ്റ് രക്തത്തിലൂടെയൊക്കെ തന്നെ ആ ഭക്ഷണത്തിന്റെ ചൈതന്യം നമ്മുടെ ശരീരമാകെ എത്തിക്കുന്ന പ്രവർത്തനവും പ്രാണനാണ് ചെയ്യുന്നത് എന്ന് വിശദീകരിച്ചു. അങ്ങനെ ആ പ്രാണന്റെ നിയന്ത്രണം കൊണ്ടും പ്രാണായാമം ചെയ്യുന്നതിലൂടെയും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള നിരവധി കർമ്മങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും, മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെ പ്രാണന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ മനുഷ്യന്റെ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മസ്വരൂപം ഇതൊക്കെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു. നിരവധി വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒടുവിൽ നമ്മുടെ ധർമ്മവ്യാധൻ ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും പ്രത്യക്ഷമായ രൂപം ഞാൻ അങ്ങ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനിവിടെ എന്ത് ധർമ്മമാണ് ചെയ്യുന്നത്? ഈ മൃഗങ്ങളുടെ ഇറച്ചി വെട്ടി വിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു പാപകർമ്മം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഹിംസാത്മകമായ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഹിംസയെ പോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതുതരം പുണ്യകർമ്മമാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷമയോ ധർമ്മസ്ഥം ച പശ്യ ദ്വിജോത്തമ ഏന സിദ്ധിര്യം പ്രാപ്തമയ ബ്രാഹ്മണ പുങ്കവ. ഏതിലൂടെയാണ് ഞാൻ മഹത്തായ സിദ്ധി നേടിയിരിക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറയാം, എന്റെ ഗൃഹത്തിനകത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭവനം എന്ന് പറയുന്നത് ഒരു ഇറച്ചിവിട്ടുകാരന്റെ ആണെന്ന് തോന്നുകയില്ല. സൗധം ഹൃദ്യം ചതുശാലമതീവച മനോരമം. 4 കെട്ടുമൊക്കെ ആയിട്ടുള്ള ചതുശാല സമന്വിതമായ ഒരു വലിയ ഗൃഹം, മനോഹരമായ ഗൃഹം, ദേവന്മാരുടെ ഗൃഹം പോലെ വളരെ സുന്ദരമായിട്ടുള്ളതും ദേവപൂജ നടന്നുകൊണ്ടിരിക്കുന്നതും നല്ല ശയനമുറികളും മനോഹരമായിട്ടുള്ള ഇരിപ്പിടങ്ങളും നല്ല ഗന്ധം വമിക്കുന്നതുമായ മനോഹരമായ ഒരു ഗൃഹത്തിലേക്കാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആ വീട്ടില് ശുഭ്രമായ വെള്ള വസ്ത്രം ധരിച്ച അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരെയൊക്കെ. വെള്ള വസ്ത്രം എന്ന് വെച്ചാൽ അവർ മുഷിച്ച വസ്ത്രമല്ല, പുതിയതും നല്ല ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് അവർ ഇരിക്കുന്നത് അർത്ഥം. അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാര് കൃതാഹാരവും നന്നായി ഭക്ഷണം കഴിച്ച് വളരെ സന്തുഷ്ടരായിട്ട് കഴിയുന്ന ധർമ്മവ്യാധന്റെ അച്ഛനമ്മമാരെ കണ്ട ഉടനെ ധർമ്മവ്യാധൻ ചെന്ന് തന്റെ അച്ഛനെയും അമ്മയെയും കാലിൽ വീണ് നമസ്കരിച്ച സമയത്ത് അച്ഛനും അമ്മയും അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഉത്തിഷ്ഠോത്തിഷ്ഠ ധർമ്മജ്ഞ, മോനെ നിന്റെ ധർമ്മം തടസ്സമില്ലാതെ പോകട്ടെ, നിനക്കെന്നും പ്രീതി ഉണ്ടാകട്ടെ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ, നീ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും സൽഫലങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെ ഈ അച്ഛനും അമ്മയും അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അനുഗ്രഹ വാക്യങ്ങൾ പറയുന്നതും നമ്മുടെ കൗശിക ബ്രാഹ്മണൻ കേട്ടു. എന്നിട്ട് ഇതാരാണ് കൂടെയുള്ള ബ്രാഹ്മണൻ, ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഒരു തപസ്വിയായ ബ്രാഹ്മണനാണ്, നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ഈ ബ്രാഹ്മണൻ കേൾക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ വളരെ സുഖമായിട്ട് കഴിയുന്നു. കുശലം നോ ഗൃഹേ വിപ്ര ഭൃത്യവർഗേ ച സർവശ കച്ചിത് അവിഘ്നേന സംപ്രാപ്തോ ഭഗവൻ നിധി. ഞങ്ങൾക്കിവിടെ വളരെ സുഖമാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞങ്ങളും ഞങ്ങളുടെ ഭൃത്യന്മാരും ഇവിടെ സുഖമായിട്ട് കഴിയുന്നു, അങ്ങേക്കും വളരെ സുഖമാണല്ലോ, കുശലമാണല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. എന്നിട്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ ഈ അച്ഛനമ്മമാരെ, മാതാപിതാക്കളെ പൂജിക്കുന്നതിലൂടെ 33 കോടി
ദേവന്മാർ, 33 ദേവന്മാർ എന്ന് പറഞ്ഞില്ല, 33 ദേവന്മാർ. മഹാഭാരത മതം 33 ദേവന്മാർ തന്നെയാണ്. അത് ഉപനിഷത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. 33 ദേവന്മാര്, ഓരോ ദേവന്റെയും ഒരു കോടി അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപങ്ങൾ ഈ പ്രകൃതിയിലുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് 33 ദേവന്മാർ എന്നുള്ള സംഖ്യ വരുന്നത്. ഇവിടെ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു, ത്രയസ്ത്രിംശത് യഥാ ദേവാഹ സർവേ ശക്രപുരോഗമാഹ സാംപൂജ്യാഹ സർവലോകസ്യ തഥാ വൃദ്ധാവിമൗ മമ. 33 കോടി ശക്രാദികളായ ഇന്ദ്രാദികളായ 33 കോടി 33 ദേവന്മാരും ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ പൂജിക്കുന്നതിലൂടെ സന്തോഷിക്കുന്നു എന്നാണ്. ഇതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം എന്നത്. അവരെ ഞാൻ എല്ലാ തരത്തിലും നല്ല ഭക്ഷണം കൊണ്ടും നല്ല സേവനങ്ങളെ കൊണ്ടും അവരെ നന്നായി കുളിപ്പിച്ച് നല്ല വസ്ത്രം ഉടുപ്പിച്ച് നല്ല രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടും അവരെ സന്തോഷിപ്പിച്ച് ഞാൻ ഇതാ ധർമ്മം ചെയ്യുന്നു. ഇത് തന്നെയാണ് എൻ്റെ ധർമ്മം, ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മവും എന്ന് പറഞ്ഞു. അത് കേട്ട് അത് മാത്രമല്ല, ഈ കർമ്മം ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് അത്ഭുതകരമായ സിദ്ധി ഉണ്ടായത്. അദ്ദേഹം ആദ്യത്തെ തന്നെ സംഭാഷണത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, പ്രവൃത്ത ചക്ഷുർജാതോസ്മി സമ്പശ്യ തപസോ ബലം. അല്ലയോ ബ്രഹ്മൻ, എന്റെ തപസ്സിന്റെ ബലം അങ്ങ് കണ്ടുകൊള്ളൂ. പ്രവൃത്ത ചക്ഷു, എനിക്ക് ഒരു ജ്ഞാനചക്ഷുസ്, ജ്ഞാനദൃഷ്ടി എന്നിൽ ഉയർന്നു വന്നിരിക്കുന്നു. അതിന് കാരണം എന്റെ ഈ തപസ് തന്നെയാണ്. യഥാർത്ഥമുക്തോസി തയാ ഗച്ഛത്വം മിഥിലാമീതി പത് ശുശ്രൂഷ പരയാ ദാന്തയാ സത്യശീലയാ മിഥിലായാം വസേത് വ്യാധസതേ ധർമാൻ പ്രവക്ഷ്യതി. ഞാൻ അങ്ങയുടെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പത് ശുശ്രൂഷാനിരതയായ ആ സ്ത്രീ അങ്ങയോട് മിഥിലാപുരിയിലുള്ള ധർമ്മജാതനെ കണ്ടിട്ട് ധർമ്മം പഠിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അങ്ങ് ഇവിടെ വന്നത് എന്ന കാര്യം ഞാൻ അങ്ങയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞല്ലോ. അതെനിക്ക് പറയാൻ സാധിച്ചത്, എനിക്ക് ഈ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്ന, അതുപോലെ സ്വധർമ്മത്തെ തന്നെ തപസ്സാക്കി മാറ്റിയിട്ടുള്ള ആ തപസ്സിന്റെ ശക്തി കൊണ്ട് എനിക്കുണ്ടായ പ്രജ്ഞാചക്ഷുസ് കൊണ്ടാണ് ഞാൻ അത് അറിഞ്ഞത് എന്നാണ്. അങ്ങനെയുള്ള ഒരു സിദ്ധി വിശേഷം എനിക്കുണ്ടായത് എന്റെ തപസ്സിന്റെ പ്രഭാവം കൊണ്ടാണ്. ഇതാണ് എനിക്ക് പൊതുവെ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് അങ്ങയോട് എന്നതാണ്. അപ്പൊ അത് കേട്ട്, അത് മാത്രമല്ല, അങ്ങയോട് എനിക്ക് ഒരു കാര്യം ഉപദേശിക്കാനുള്ളത്, അങ്ങ് സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചിട്ടാണ് വേദാധ്യയനാദികൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തയാ വിനികത മാതാ പിതാച ദ്വിജസത്തമ അനിസൃഷ്ടോസി നിഷ്ക്രാന്തോ ഗൃഹാത് താഭ്യാമനന്ദിത. അവരെ വയസ്സന്മാരായ അച്ഛനമ്മമാരെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അങ്ങ് വേദോച്ചാരണം എന്ന് പറയുന്ന നല്ല കർമ്മമാണെങ്കിൽ പോലും അങ്ങ് ഈ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അങ്ങയെ കാണാതെ അങ്ങയുടെ അച്ഛനമ്മമാര്, വൃദ്ധന്മാരായ അച്ഛനമ്മമാര് വളരെ ദുഃഖിച്ചു കഴിയുകയാണ്. തൗ പ്രസാദയിതും ഗച്ഛ മാ ത്വം ധർമ്മോത്യഗാദയം. അങ്ങ് എത്രയും പെട്ടെന്ന് ഗൃഹത്തിൽ തിരിച്ചു പോയിട്ട് അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുക, സേവിക്കുക. അതിൽ പരം മറ്റൊരു ധർമ്മം അങ്ങക്ക് ചെയ്യാനില്ല. തപസ്സൊക്കെ അങ്ങ് വേണ്ടത്ര ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം ഈ ഒരു തപസ് കൂടെ അങ്ങ് ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യാധൻ പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഏതേതുക്തം ഭവതാ സർവം സത്യം അസംശയം പ്രീതോസ്മി തവ ഭദ്രം തേ ധർമാചാര ഗുണാന്വിത. ധർമാചാരങ്ങളുടെ എല്ലാ കർമ്മവും ചെയ്ത് വരുന്ന അല്ലയോ തപോധനനായ വ്യാധ, അങ്ങ് പറഞ്ഞത് വളരെ സത്യമാണ്, എനിക്കതിൽ യാതൊരു സംശയവുമില്ല. അങ്ങയുടെ വാക്കുകൾ കേട്ട് ഞാൻ വളരെ പ്രീതനായിരിക്കുന്നു എന്ന് ഈ ബ്രാഹ്മണനും പറഞ്ഞു. എന്നിട്ട് എങ്കിൽ അങ്ങ് എത്രയും പെട്ടെന്ന് അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോകൂ എന്നാണ് വ്യാധൻ പറഞ്ഞത്. അവരുടെ സേവനം ചെയ്യൂ, അവരുടെ പൂജനം ചെയ്യൂ, അങ്ങയുടെ പരമധർമ്മം അതാണ്. അപ്പോൾ ബ്രാഹ്മണൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ചു തന്റെ ഗൃഹത്തിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു അകക്കണ്ണ് തുറന്നു, വേണ്ടുന്ന ജ്ഞാനം നേടി, ധർമാചരണത്തിന്റെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിനിടയിൽ ഒരു സംഭാഷണം കൂടി ഉണ്ട് അവിടെ. എന്താ വെച്ചാല്, അങ്ങക്ക് ഇങ്ങനെ ഈ വ്യാധനായി ജനിക്കാൻ കാരണം എന്താണ് എന്നൊരു ചോദ്യവും അതിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ മുമ്പ് പൂർവ്വജന്മത്തിൽ ഞാനൊരു ബ്രാഹ്മണനായിരുന്നു, ഒരു ക്ഷത്രിയന്റെ കൂടെ ഒരു സംഘം ഉണ്ടായി, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ട് ഒരുമിച്ച് നടന്ന് ക്ഷത്രിയന്റെ കൂടെ നടന്ന് ഞാനും ആയുധമെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രാജാവിന്റെ കൂടെ വേട്ടയാടാൻ ചെന്നു. അങ്ങനെ വേട്ടയാടുമ്പോൾ എന്റെ ശരത്തിന് ചെറിയൊരു വളവുണ്ടായത് കൊണ്ട് ആ ശരം ഞാൻ നേരെ മൃഗത്തിനെ നോക്കിയിട്ട് ചെയ്ത ശരം നേരെ പോയി കൊണ്ടത് ഒരു ഋഷിയുടെ ശരീരത്താണ്. ആ ഋഷി എന്റെ ശരമേറ്റ് മരിക്കുമ്പോൾ അദ്ദേഹം എനിക്കൊരു ശാപം തന്നു, അങ്ങ് ശൂദ്രയോനിയിൽ വ്യാധനായിട്ട് മൃഗങ്ങളെ കൊല്ലുന്ന ദുഷ്ടകർമ്മം ചെയ്യുന്ന ഒരാളായിട്ട് ജനിക്കട്ടെ എന്നൊരു ശാപം തന്നു. അങ്ങനെയാണ് ഞാൻ ഈ
ശൂദ്രയോന്യം വർത്തമാനോ എന്നിട്ട് ഈ ഞാൻ ശാപമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശൂദ്രയോന്യം വർത്തമാനോ ധർമ്മജ്ഞോഹി ഭവിഷ്യസി. ശൂദ്രന്റെ പുത്രനായിട്ട് ജനിച്ചാലും അങ്ങ് ധർമ്മജ്ഞനായിട്ട് മാറുകയും അച്ഛനമ്മമാരുടെ ശുശ്രൂഷ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ പദവിയെ നേടുമെന്നും ഉള്ള ഒരു ശാപമോക്ഷവും എനിക്ക് സിദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത് എന്ന് ധർമ്മവ്യാധൻ പറഞ്ഞു. അങ്ങനെ പ്രജ്ഞയാ മാനസം ദുഃഖം ഹന്യാ ശാരീരമൗഷധൈഹി ഏതത് വിജ്ഞാന സാമർഥ്യം ന ബാലൈ സമതാമയാത്. ഒടുവിൽ വ്യാധൻ പറഞ്ഞ കൊടുത്തൊരു വാക്യം, ബുദ്ധി കൊണ്ട് മാനസികമായ ദുഃഖത്തെ ഇല്ലാതാക്കുക, ഔഷധങ്ങളെ കൊണ്ട് ശരീരത്തിന്റെ ദുഃഖങ്ങളും ഇല്ലാതാക്കുക. ശരീരത്തിന്റെ രോഗങ്ങൾക്ക് ഔഷധങ്ങളും മനസ്സിന്റെ രോഗങ്ങൾക്ക് ബുദ്ധിപരമായ ജീവിതം, സൽക്കർമ്മം ചെയ്യാനുള്ള സൽബുദ്ധി കൊണ്ട് മനസ്സിന്റെ ദുഃഖത്തെ ജയിക്കുക. ഇതാണ് വിജ്ഞാന സാമർഥ്യം. അല്ലാതെ കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമർഥ്യമല്ല എന്നുള്ള ഒരു ഉപദേശം അതിന്റെ അവസാനം അദ്ദേഹം കൊടുക്കുന്നു. മറ്റ് നിരവധി നല്ല സൂക്തങ്ങൾ കുറേയുണ്ട് ദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. വിഷാദേ മനഃക്കാര്യം വിഷാദോ വിഷമുത്തമം. ഒരിക്കലും മനസ്സിൽ വിഷാദം ഉണ്ടാകാൻ പാടില്ല. വിഷാദം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഷമാണ്. മാറേ ത്യഗതപ്രജ്ഞം ബാലം ക്രുദ്ധയോരക എഴുതി വെക്കേണ്ട ഒരു സൂക്തമാണ്. വിഷാദം ഒരിക്കലും മനസ്സിലുണ്ടാകരുത്. വിഷാദം ഉത്തമമായ വിഷമാണ്. ആ വിഷാദം നമ്മൾ എങ്ങനെ നശിപ്പിക്കും എന്ന് വെച്ചാൽ, ചവിട്ടേറ്റ പാമ്പ് ഒരു കുട്ടിയെ കടിക്കുന്നത് പോലെ അത് നമ്മളെ കടിക്കും. ഇങ്ങനെ നിരവധി സൂക്തികൾ അടങ്ങിയതും വേദാന്ത ദർശനം, സാഖ്യ ദർശനം മുതലായിട്ടുള്ള നിരവധി യോഗ ദർശനം, കർമ്മയോഗം മുതലായിട്ടുള്ള ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കുന്ന നിരവധി മഹത്തായ യോഗങ്ങളുടെ, മഹത്തായ ശാസ്ത്രങ്ങളുടെ ഒരു സഞ്ചയം നമുക്ക് ഈ വ്യാധഗീതയിലും കാണാം. അത് ആര് പറഞ്ഞു കൊടുക്കുന്നു, ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ അത് ഉപദേശിക്കാനുണ്ടായ സന്ദർഭം എന്ന് പറയുന്നത്, കർമാനുഷ്ഠാനം കൊണ്ട് ഒരു വ്യക്തിക്ക് എത്രമാത്രം, സ്വധർമാനുഷ്ഠാനം കൊണ്ട് എത്രമാത്രം ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കും എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ കഥ. ഇതാണ് 2 ദിവസമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത വ്യാധഗീത. അത് ഏകദേശം നമുക്ക് അതിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെ നമുക്ക് സ്പർശിച്ചുകൊണ്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് വളരെ കൃതാർത്ഥാജനകമാണ്. ഇത് പങ്കെടുത്ത എല്ലാവർക്കും ഈ നമസ്കാരം. എല്ലാവർക്കും ഈ മഹാഭാരതത്തിനകത്തുള്ള ഈ വിധമായിട്ടുള്ള ധാർമ്മികമായ ആശയങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി ഈശ്വരൻ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചതുപോലെ ഇതൊരു ശാസ്ത്ര സഞ്ചയം. വിവിധ തരത്തിലുള്ള യോഗം, സാഖ്യം, കർമ്മയോഗം, അങ്ങനെ വിവിധ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നമുക്ക് വേണമെങ്കിൽ അതിനൊരു ക്യാപ്സുൾ എന്ന് വിളിക്കാം. ഈ ധർമ്മവ്യാധന്റെ അത്രയും ചെറിയൊരു ഭാഗത്ത് എന്നാൽ ഇത്രയും വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഈ അതേപോലെ ധർമ്മവ്യാധൻ ബ്രാഹ്മണ വ്യക്തി പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു ഇതിൽ പല അറിവുകളും വളരെ പുതിയതായിട്ടുള്ളതാണ്. അപ്പോ ഇതെല്ലാം തന്നെ വീണ്ടും വീണ്ടും വായിച്ച് വീണ്ടും വീണ്ടും കേട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ഒരു സമതുലിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് വളരെ ലളിതമായി എടുത്തു തന്ന നമ്മുടെ അധ്യാപകൻ, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് ഒത്തുകൂടാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമസ്കാരം.